പറയുന്നത് okay, so let's start. Okay, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്നലെ നമ്മള് മേജർ അമെന്റ്മെന്റുകളൊക്കെ ഡിസ്കസ് ചെയ്തു. കേൾക്കുന്നില്ലേ പറയുന്നത്? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓഡിയബിൾ അല്ലേ? കേൾക്കാമോ? എസ്വർണോ? കേൾക്കാം. ഓക്കെ. സോ ഇന്നലെ നമ്മള് അപ് ടു IFOS വരെയുള്ള ക്ലാസ് ഞങ്ങളുടെ വേറെ ആൾക്കാരുടെ ക്ലാസ്. അനാമിക ഒന്ന് ഓഫാക്കിയിടുവോ? മ്യൂട്ട് ചെയ്യോ? ഓക്കെ, നമ്മൾ ഇന്നലെ IFOS വരെയുള്ള മേജർ ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത അമെന്റ്മെന്റുകൾ ക്ലിയർ. ഇനി നമുക്ക് IFOS കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് അങ്ങോട്ടാണുള്ളത്. അതിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ IFOS ഏറ്റവും ലാസ്റ്റിൽ ഐ തിങ്ക് 1-2 ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് നമ്മൾ ബാക്കി വെച്ചിരുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ നമ്മൾ ഇനി പറയാനുള്ളത്. ക്ലിയർ. സോ നോക്കാം നമുക്ക്. അതിൽ ഇന്നലെ നമ്മളൊരു എക്സാമ്പിൾസ് ബാക്കി വെച്ചിരുന്നു. അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമുക്ക് എക്സാമ്പിൾ 7 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് അല്ല, എക്സാമ്പിൾ 6 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തോന്നുന്നു ഇന്നലെ നോക്കിയിരുന്നു തോന്നുന്നു 6 ഒക്കെ അല്ലെ? ഓക്കെ, എന്തുകൂടെ എന്നാലും ഒന്നുകൂടെ പറയാം. നമുക്ക് ആ ഒരു നമുക്കൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം, അത്രേ ഉള്ളൂ. നമ്മൾ ഇന്നലെ LICയിൽ നിന്നും മെച്യൂരിറ്റി പ്രീമിയം കിട്ടുന്ന സമയത്ത് എങ്ങനെയാണ് ടാക്സബിലിറ്റി വരുന്നത് എന്നാണ് ഇന്നലെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ 2-3 കണ്ടീഷൻസ് ഓൾറെഡി നമുക്ക് ഉള്ളത് അറിയാം. എന്ത്? ഒന്ന് സെക്ഷൻ 10 സബ്സെക്ഷൻ 10 ഡിയിൽ എന്ത് പറയുന്നുണ്ട്? എത്രയാണോ പ്രീമിയത്തിന് കോൺട്രിബ്യൂഷൻ അതിലേറെ കൂടരുത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെ നമുക്കറിയാം. മറ്റൊന്ന് കീമാൻ ഇൻഷുറൻസ് പോളിസി, കീമാൻ ഇൻഷുറൻസിന് മുകളിലുള്ളത് ആവാൻ പാടില്ല, അത് കിട്ടില്ല എന്നൊക്കെ നമുക്കറിയാം. അതിന്റെ കൂടെ നമ്മൾ ഇന്നലെ ഒരു പുതിയൊരു കാര്യം നമ്മൾ കൊണ്ടുവന്നതായിരുന്നു. എന്ത്? നമ്മൾ കൊണ്ടുവന്നല്ല, ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന ഒരു പുതിയ കാര്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. എന്ത്? 2023 ശേഷമാണ് പോളിസി ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ മാക്സിമം അഗ്രിഗേറ്റ് പേയ്മെന്റ് 5 lakhs കൂടാൻ പാടില്ല എന്നുള്ളത്. അഗ്രിഗേറ്റ് പേയ്മെന്റ് മീൻസ് ഒരാൾക്ക് 3-4 ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ എത്ര കൂടാൻ പാടില്ല? 5 lakhs കൂടാൻ പാടില്ല. അതാണ് അതിന് 1-2 എക്സാമ്പിൾസ് നമ്മൾ നോക്കി. അസസ്ക്ക് ബെനിഫിറ്റ് ആയ രീതിയിൽ എക്സംഷൻ എടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ക്ലിയർ. നമുക്ക് എക്സാമ്പിൾ 6 നോക്കി കഴിഞ്ഞാല് ഡേറ്റ് ഓഫ് ഇഷ്യൂ 1/4/2020. ആരാണിത്? ബി എന്ന പോളിസി ഡേറ്റ് ഓഫ് ഇഷ്യൂ 1/4/2023. സി എന്ന പോളിസി 1/4/2023 പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. പ്രീമിയം എയിൽ 1 lakh ആണ്, ബിയിൽ 3,50,000 ആണ്, സിയിൽ 6 lakh ആണ്. അതിന്റെ സം അഷ്വേർഡ് എയിൽ 10 lakh ആണ്, ബിയിൽ 3,50,000 ആണ്, സിയിൽ 60 lakh ആണ്. സോ അതിന്റെ ഒന്നും 10% കൂടുന്നില്ല, നമുക്കറിയാം, കൂടുന്നില്ല. സോ നമുക്കിവിടെ 3 പോളിസി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? സി എന്തായാലും ടാക്സബിൾ ആണ്, കാരണം അത് ഒറ്റക്കന്നെ 5 ലക്ഷത്തേക്കാൾ കൂടുതലുണ്ട്. സോ അതെന്തായാലും ടാക്സബിൾ ആണ്. ദെൻ എയും ബിയിലുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം? എ 1 lakh ഉള്ളൂ ആനുവൽ പ്രീമിയം, ബി 3,50,000 ഉള്ളൂ. സോ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 4.5 ലക്ഷം ഉള്ളൂ അത് മൊത്തത്തിൽ. അപ്പൊ നമുക്ക് 12 ലക്ഷം എയിൽ എക്സംഷൻ ഉണ്ട്, ബിയിൽ 40 ലക്ഷം എക്സംഷൻ ഉണ്ട്. സോ ടോട്ടൽ 52 ലക്ഷം എക്സംഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എക്സാമ്പിൾ 7 നോക്കാം നമുക്ക്. ഡേറ്റ് ഓഫ് ഇഷ്യൂ 1/4/2022 ആണ്. എക്സ് എ 2023, ബി 2023, സി 2023. പോളിസി പ്രീമിയം എമൗണ്ടുകളൊക്കെ അവിടെ പറയുന്നുണ്ട്. സം അഷ്വേർഡിന്റെ 10% ഏതും കൂടിയിട്ടില്ല. ക്ലിയർ. എക്സ് നമുക്ക് കിട്ടുന്നത് എന്നാണ്? 2032 62 62 ലക്ഷം. എയും ബിയും സിയും എന്നാണ് 2033.
സി ഓൾറെഡി ടാക്സബിൾ ആണെന്നുള്ളത് നമുക്കറിയാം. കാരണം എന്താ, അത് ഒറ്റക്ക് 6 ലാക്ക് വരുന്നതിന് 5 ലക്ഷത്തേക്കാൾ കൂടുതലാണ്. സോ അതെന്തായാലും ടാക്സബിൾ ആണ്. പിന്നെ ഇവിടെ നമുക്ക് ബെനിഫിറ്റ് എടുക്കാൻ പറ്റിയ ഏതൊക്കെയാണ്? എക്സും എയും ബി ആണ്. പക്ഷെ എക്സും എന്ന് വരുന്നുണ്ട് 5,50,000 വരുന്നുണ്ട്. സോ അതും ടാക്സബിൾ ആണ്. അതും ടാക്സബിൾ ആണ്. ഏത് പ്രകാരം? 5 ലക്ഷത്തിനേക്കാൾ കൂടുതലുണ്ട്. സോ നമുക്ക് ടാക്സബിൾ ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, അവിടെ 5 ലക്ഷത്തിന്റെ എഫക്ട് നമുക്ക് വരുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ, ആ പോളിസി ഇഷ്യൂ ചെയ്യുന്നത് 1/4/2022 ആണ്. 1/4/2023 മുതലാണ് ഏത് വന്നത്, നിലവിൽ വന്നത്. ഒരു ഇയറിൽ 5 lakhs കൂടുതൽ കൂടാൻ പാടില്ല എന്നുള്ളത് നിലവിൽ വന്നത് 1/4/2023 ആണ്. സോ ഈ പോളിസി ഇഷ്യൂ 1/4/22 അന്ന് അതില്ല. അന്ന് എത്രേ പറയുന്നുള്ളൂ? അന്ന് 2 ഉള്ളത്. ഒന്ന് കീമാൻ ഇൻഷുറൻസ് പോളിസി ആവാൻ പാടില്ല, മറ്റൊന്ന് എന്താവാൻ പാടില്ല, സം അഷ്വേർഡിന് 10% കൂടാൻ പാടില്ല. സോ ഇവിടെ 10% കൂടുന്നുണ്ടോ? ഇല്ല. 55 ലക്ഷം സം അഷ്വേർഡ്, അതിന്റെ ആനുവൽ പ്രീമിയം 5,50,000, 10% കൂടുന്നില്ല. സോ എക്സ് എന്താണ് അവിടെ? എക്സംഷൻ തന്നെയാണ്. ക്ലിയർ? ദെൻ നമുക്ക് എയും ബിയും എടുത്തു നോക്കി കഴിഞ്ഞാൽ എക്ക് എത്ര ഉണ്ട്? 1 lakh ഉണ്ട്, ബിക്ക് 3,50,000 ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ എക്സ് ഓൾറെഡി എക്സംഷൻ ആണ്. ക്ലിയർ? ദെൻ പിന്നെ എയും ബിയും ഉണ്ട്. അപ്പൊ നമ്മൾ എക്സ് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ എന്ത് 5 lakhs കേസിൽ അത് വരൂല. കാരണം അത് ഓൾറെഡി എക്സംഷൻ ഉള്ള കേസാണ്. എയും ബിയിലാണ് സം അഷ്വേർഡ് ഇഷ്യൂ ചെയ്യുന്നത് 1/4/2023 കടക്കുമ്പോഴാണ് നമുക്ക് ഇത് അപ്ലിക്കബിൾ ആകുന്നത്. ക്ലിയർ? സോ എയും ബി നമുക്ക് എക്സംഷൻ ഉണ്ട്. എത്ര ഉണ്ട്? 12, 40, 52 എക്സംഷൻ. കാരണം രണ്ടും കൂടെ കൂട്ടിയിട്ട് 4.5 ലക്ഷം വരുന്നുള്ളൂ. ക്ലിയർ? എക്സാമ്പിൾ 8 പറയുന്നത് എന്താണ്? എക്സ് 4.5 ലക്ഷം പ്രീമിയം ഉണ്ട്, എ 1 lakh ഉണ്ട്, ബി 1,50,000 ഉണ്ട്, സി 6 lakh ഉണ്ട്. സോ സി എന്തായാലും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ടാക്സബിൾ ആണെന്ന് അറിയാം. അത് ഒറ്റക്ക് 6 lakh ഉണ്ട്. എക്സും എയും ബിയും, എക്സ് എന്താണ്? 1/4/2023 ആണ്. പക്ഷെ എയും ബി 1/4/2024 ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമേ അല്ല. കാരണം എന്താ, 1/4/2023 ആണ് നമ്മളുടെ ഡേറ്റ്. അതിന് ശേഷം എന്ന് ഇഷ്യൂ ചെയ്താലും പ്രശ്നമില്ല. എന്ന് ഇഷ്യൂ ചെയ്താൽ 5 ലക്ഷത്തേക്കാൾ കൂടുതൽ വരാൻ പാടില്ല. ക്ലിയർ? സോ ഇവിടെ നമ്മൾ 4.5 ലക്ഷം എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 50 ലക്ഷം എന്തുണ്ട്? മെച്യൂരിറ്റി എമൗണ്ട് കിട്ടും, എക്സംഷൻ കിട്ടും. പിന്നീട് ഇതിൽ വേറെ ഏത് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം 1ഉം 1.5 കൂടി കൂട്ടി കഴിഞ്ഞാൽ 5 കൂടും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1ഉം 1.5 എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ബെനിഫിറ്റ് കിട്ടുക? 12, 18, 30 ആണ് ബെനിഫിറ്റ് കിട്ടുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എക്സും സിയും ടാക്സബിൾ ആക്കേണ്ടി വരും. പക്ഷെ അതിലാറ് അസസ്ക്ക് ബെനിഫിറ്റ് ഏതാണ്? എയും ബിയും ടാക്സബിൾ ആക്കുക, സിയും ടാക്സബിൾ ആക്കുക, എക്സ് എന്തെടുക്കുക? എക്സംഷൻ എടുക്കുക. അതാകുമ്പോൾ 50 ലക്ഷം രൂപ നമുക്ക് എന്തുണ്ട്? എക്സംഷന്. ക്ലിയർ ആണോ? ദെൻ 9ാമത്തെ എക്സാമ്പിള്. 9ാമത്തെ എക്സാമ്പിളില് ഇതേപോലെ തന്നെയാണ് അവിടെയും വരുന്നത്. എത്രയാണ്? 25, അതായത് 10%-ത്തേക്കാൾ കൂടുന്നില്ല. എക്സിന് 30 ലക്ഷമാണ് വരുന്നത്. എക്ക് എത്ര വരുന്നുണ്ട്? 24 ലക്ഷം വരുന്നുണ്ട്. ബിക്ക് 38 ലക്ഷം, സിക്ക് സി എന്തായാലും ടാക്സബിൾ ആണ്, നമുക്കറിയാം. എക്സിന്റെ കൂടെ ഒന്നുകിൽ എ കൂട്ടാം അല്ലെങ്കിൽ ബി കൂട്ടാം. ഇവിടെ നമ്മൾ ഇന്നലെ ഇവിടെയാണ് നമ്മൾ സ്റ്റെക്ക് ആക്കി നമ്മൾ നിർത്തി പോയിരുന്നത്. എക്സ് എന്താണ്? 2033 കിട്ടുന്നത്. ക്ലിയർ? സോ 2033 കിട്ടുന്ന സമയത്ത് എക്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. സോ അപ്പൊ അവൻ അവിടെ എക്സംഷൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓൾറെഡി 2 രൂപ നമുക്ക് വന്നു. ക്ലിയർ? ഇനി ഇതിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് പറ്റുള്ളൂ. 2 lakh എടുത്തു കഴിഞ്ഞാൽ 24 ലക്ഷം കൂടെ കിട്ടും. സോ ടോട്ടൽ എത്ര ഉണ്ട്? 30ഉം 24ഉം 54 കിട്ടും. ഈ എടുത്തു കഴിഞ്ഞാൽ 30ഉം 38 എത്ര കിട്ടും? 38ഉം 68 കിട്ടും എക്സംഷൻ. ക്ലിയർ? പക്ഷേ എക്സ് സപ്പോസ് അവന് ഓൾറെഡി അറിയാം അടുത്ത വർഷം ഇങ്ങനെ കൂടെ കിട്ടാനുണ്ടെന്ന് വിചാരിച്ചത് കൊണ്ട് എക്സ് എന്ത് ചെയ്തു? 2033 30 ലക്ഷം രൂപ ടാക്സബിൾ എമൗണ്ട് ആക്കിയിട്ട് മാറ്റി. എന്ന് വെച്ചാൽ ടാക്സബിൾ എമൗണ്ട് ആക്കിയിട്ട് മാറ്റി. അവൻ അന്ന് അതിന് എക്സംഷൻ എടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവൻ ഇപ്പൊ ഏതൊക്കെ എടുക്കാം? എയും ബിയും എടുക്കാം. രണ്ടും കൂടി 4.5 ലക്ഷം വരുന്നുള്ളൂ. ക്ലിയർ? അങ്ങനെ ടോട്ടൽ എക്സംഷൻ കിട്ടും 24 + 38 62 ലക്ഷം രൂപ എക്സംഷൻ കിട്ടും. അപ്പൊ അവർക്ക് ഓപ്ഷൻ ആണ് എങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ എക്സും ബിയും എടുത്താൽ മതി. എക്സ് 30 എടുത്താൽ മതി. ലാസ്റ്റ് എക്സാമ്പിൾ 10. 5 പോളിസി ഉണ്ട്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എക്സ് ഓൾറെഡി ടാക്സബിൾ ആണ്, അല്ല സി ഓൾറെഡി ടാക്സബിൾ ആണ്. കാരണം ഒറ്റയ്ക്ക് എടുക്കുമ്പോ തന്നെ ടാക്സബിൾ ആണ്. ക്ലിയർ? ഇനി അവിടെ ബാക്കിയുള്ളത്
ഇനി അവിടെ ബാക്കിയുള്ളത് വോയിസ് ഡിസ്റ്റർബൻസ് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടോ. ഓക്കെ അല്ലേ, എല്ലാവരും മ്യൂട്ട് ആയില്ലേ? ഓക്കെ. സോ സി എന്തുണ്ട്, ഓൾറെഡി ടാക്സബിൾ ആണെന്നുള്ളത് നമുക്കറിയാം. പോട്ടെ, അത് പോട്ടെ. അപ്പോ ഇനി എക്സ് ഉണ്ട്, വൈ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. എല്ലാം ഇഷ്യൂ ചെയ്യുന്നത് 1/4/23 ശേഷം തന്നെയാണ്. പ്രീമിയം ഏതും 10% കൂടുതൽ. സോ നമുക്ക് 4 എക്സെപ്ഷനിൽ വരുന്ന ഒരു ഐറ്റം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. സോ എക്സ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് കിട്ടുന്നത് 2033 ആ സമയത്ത് വേറെ ഏതും കിട്ടുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിനെ ഞാൻ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, എക്സംഷൻ 2033 കിട്ടുന്ന സമയത്താണ് ഞാൻ എക്സംഷൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എക്സിന് എക്സംഷൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, സോ ഓൾറെഡി 2 ലാക്ക് വരുന്നുണ്ട്. ഇനി ബാക്കി അതിന്റെ കൂടെ 3 ലാക്ക് വരെ വരാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഈ 2 ലാക്ക് എടുക്കാം, അല്ലെങ്കിൽ ഈ 2 ലാക്ക് എടുക്കാം, അല്ലെങ്കിൽ 3 ലാക്ക് എടുക്കാം. ഏറ്റവും ബെനിഫിറ്റ് ഏതാണ്, ഈ 12ന്റെ കൂടെ ഏത് എടുക്കുന്നതാ, ബി എടുത്തു കഴിഞ്ഞാൽ 36 ലക്ഷം രൂപ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. സോ ഇതിന്റെ കൂടെ എന്ത് ചെയ്യാം, ഇതെടുക്കാം. ഇനി അല്ല, ഒരു കാര്യം കൂടെ അവിടെ ശ്രദ്ധിക്കുക, എക്സ് നമുക്ക് 2033 കിട്ടുന്നുണ്ട്, അന്ന് നമ്മൾ 12 ലക്ഷം രൂപക്ക് എന്ത് എടുക്കുന്നുണ്ട്, എക്സംഷൻ എടുക്കുന്നുണ്ട്. അതേപോലെ 2034 വൈയും കിട്ടുന്നുണ്ട്, അന്ന് അത് എക്സംഷൻ എടുക്കുന്നുണ്ട്. സോ പിന്നീട് നമുക്ക് വേറെ ഏത് ഓപ്ഷനും ഇല്ല, കാരണം രണ്ടെണ്ണം ഓൾറെഡി 4 ലക്ഷം ആയി. പിന്നെ നമുക്ക് എയും ബി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇനി എയും ബി നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യണം. എങ്ങനെ ചെയ്യണം, എക്സ് കിട്ടുന്ന സമയത്ത് എക്സ് നമ്മൾ എക്സംഷൻ ആക്കി എടുക്കാൻ പാടില്ല, നമ്മളത് ടാക്സബിൾ ആക്കി എടുക്കണം. വൈ കിട്ടുന്ന സമയത്ത് അതും നമ്മൾ ടാക്സബിൾ ആക്കി എടുക്കണം. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇത് രണ്ടും നമുക്ക് ഓപ്റ്റ് ചെയ്യാം, രണ്ടും എയും ബിയും ഓപ്റ്റ് ചെയ്യാം. ക്ലിയർ, എയും ബിയും നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അപ്പൊ രണ്ടും ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, 24 + 36 എത്ര വരും, 60 ലക്ഷം രൂപ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ക്ലിയർ, അപ്പൊ നമ്മളത് പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വരുന്നത്. അസസിക്ക് ഏറ്റവും ബെനിഫിറ്റ് ഏതാണോ ആ രൂപത്തിൽ നമുക്ക് എടുക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോടോ? സിമ്പിൾ ആണ്. നമ്മൾ ഇതിൽ ഒരുപാട് എക്സാമ്പിൾ ഇപ്പൊ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1/4/2023 ശേഷമാണ് പോളിസി ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 5 lakhs കൂടുതൽ എന്ത് പാടില്ല, പ്രീമിയം എമൗണ്ട് നമ്മൾ പേ ചെയ്യാൻ പാടില്ല. ഏതിന്റെ പുറമെയുള്ള കണ്ടീഷൻ ആണിത്, ഓൾറെഡി 2 കണ്ടീഷൻ ഉണ്ട്, കീമാൻ ഇൻഷുറൻസ് പോളിസിയുടേതും അതേപോലെ തന്നെ വർഷത്തിൽ 10%-ത്തേക്കാൾ കൂടുതൽ, സമ്മർഷ്യൂർഡിന് 10%-ത്തേക്കാൾ കൂടുതൽ പേയ്മെന്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതും. അതിന്റെ പുറമെ എന്തും കൂടെ ഉണ്ട്, ഈ 5 ലക്ഷത്തിന്റെ ഒരു കണ്ടീഷനും കൂടെ അവിടെ വരുന്നുണ്ട്. സോ ഈ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. അസസിക്ക് ഏറ്റവും ബെനിഫിറ്റ് ഏതാണോ ആ രൂപത്തിൽ എടുക്കാൻ പറ്റും. അതിന് 8-10 എക്സാമ്പിൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടോ? സോ നമ്മള് ഇൻകം ഫ്രം അതർ സോഴ്സ് വരെയുള്ള മുഴുവൻ അമെന്റ്മെന്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ക്ലിയർ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നും ഇന്നലെയും കൂടി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ, അതില് ആർക്കൊക്കെ 1-2 ആളുകൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എന്നോട് വന്നിട്ട് ചോദിച്ചിരുന്നു, നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ബാക്കിയുള്ള എല്ലാവർക്കും അപ്പോ ക്ലിയർ ആണെന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതും കൂടെ പറയാനുണ്ട്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. സപ്പോസ് ഞാൻ പ്രീമിയം അടക്കുന്നത് എത്രയാണോ, 4.5 ലക്ഷം രൂപയാണ് പ്രീമിയം അടക്കുന്നത്. പ്ലസ് പ്രീമിയം അടക്കുന്നതിന് കൂടെ നമ്മളുടെ കയ്യിൽ നിന്നും LIC എന്തും കൂടെ വാങ്ങുന്നുണ്ട്, GST കൂടെ വാങ്ങുന്നുണ്ട്. ക്ലിയർ, GST. സോ ഒരു 18% GST, സർവീസ് അല്ലേ, 18% GST. സോ ടോട്ടൽ 4.5 ലക്ഷത്തിന് 18% എന്ന് പറയുമ്പോൾ എത്ര വരും? ടോട്ടൽ എത്ര എമൗണ്ട് വരും പ്രീമിയം പെയ്ഡ്? എത്ര വരുന്നുണ്ട്? 5,31,000. യെസ്, 5,31,000. സോ ഇത്രയാണ് നമ്മളുടെ പ്രീമിയം. ക്ലിയർ, അതുകൊണ്ട് നമ്മൾ GST നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പ്രീമിയം നമ്മൾ 5 lakhs ലിമിറ്റ് നോക്കൂലേ, ആ സമയത്ത് നമ്മൾ GST പരിഗണിക്കാൻ പാടില്ല. നമ്മുടെ പ്രീമിയം എത്രയുണ്ടോ അത് മാത്രമേ നോക്കാൻ പാടുള്ളൂ. പ്രീമിയം പ്ലസ് GST ആണെങ്കിൽ ആ GST നമ്മൾ കൺസിഡർ ചെയ്യരുത്. GST കൺസിഡർ ചെയ്യാതെയാണ്, സപ്പോസ് ഈ GST കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ 5,31,000 മൊത്തം ടാക്സബിൾ ആണ്, കാരണം 5 ലക്ഷത്തേക്കാൾ കൂടുന്നുണ്ട്. ക്ലിയർ, പക്ഷെ GST കൺസിഡർ ചെയ്യാത്തപ്പോൾ 4.5 ലക്ഷം എക്സംഷൻ ആണ്. ക്ലിയർ, അപ്പൊ GST നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ അവിടെ ചേർത്ത് കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 10D പറഞ്ഞിരുന്നു, സപ്പോസ്
ഒരാൾക്ക് മെച്ചൂരിറ്റി എമൗണ്ട് കിട്ടുന്നത് ആഫ്റ്റർ ഡെത്ത് ആണ് എന്നുണ്ടെങ്കിൽ അവൻക്ക് ഫുള്ളി എക്സംഷൻ ആണ്. അവന് 10% കൂടുതൽ പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ എക്സംഷൻ ആണെന്നുള്ളത് നമ്മൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 ഡിയിൽ പറഞ്ഞിരുന്നു. അതേ സംഭവം ഇവിടെയും അപ്ലിക്കബിൾ ആണ്. ആഫ്റ്റർ ഡെത്ത് ആണ് പ്രീമിയം എമൗണ്ട് അല്ല മെച്ചൂരിറ്റി എമൗണ്ട് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അപ്പൊ ഈ 5 lakhs നമ്മൾ ലിമിറ്റ് പറഞ്ഞില്ലേ, അത് അവർക്ക് ബാധകം അല്ല, അവർക്ക് ഫുള്ളി എക്സെപ്റ്റഡ് തന്നെയാണ്. ക്ലിയർ? അവിടെ പറഞ്ഞ അതേ സംഭവം ഇവിടെയും ബാധകമാണ്. ആഫ്റ്റർ ഡെത്തിന്റെ ശേഷമാണ് കിട്ടുന്നത് എങ്കിൽ ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. ക്ലിയർ? അപ്പൊ ആ ഒരു പോയിന്റും കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കണം. അതേപോലെ തന്നെ ടേം ഇൻഷുറൻസ് പോളിസി ഉണ്ട്. ടേം ഇൻഷുറൻസ് പോളിസി TIP, സപ്പോസ് ഞാൻ ജസ്റ്റ് ഇവിടെ TIP എഴുതുന്നുണ്ട്, ടേം ഇൻഷുറൻസ് പോളിസി. ടേം ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ അതിൽ നിന്നും കിട്ടുന്ന മെച്ചൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് മെച്ചൂരിറ്റി എമൗണ്ട് ആഫ്റ്റർ ഡെത്തേ കിട്ടുള്ളൂ. അതാണ് ടേം ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ? ആഫ്റ്റർ ഡെത്ത് നമുക്ക് അതിൽ നിന്ന് എന്തുള്ളൂ, പോളിസി എമൗണ്ട് കിട്ടുള്ളൂ. സോ ടേം ഇൻഷുറൻസ് പോളിസി എപ്പോഴും എന്താണ്, എക്സെപ്റ്റഡ് ആണ്. കാരണം എന്താ, അത് ആഫ്റ്റർ ഡെത്ത് ആണ്. ആഫ്റ്റർ ഡെത്തിന് ശേഷമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് എക്സംഷൻ ആണ്. അവിടെ നമ്മൾ പ്രീമിയത്തിന്റെ എമൗണ്ട് അല്ലെങ്കിൽ 5 lakhൽ കൂടുതൽ ഉണ്ടോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? അപ്പൊ ക്വസ്റ്റ്യനിൽ 2, 3, 4 പോളിസി ഉണ്ട്, LIC ഉണ്ട്, അതിന് കൂടെ ഒരു ടേം ഇൻഷുറൻസ് പോളിസി ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 5 lakhs നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൂലേ, അവിടെ ഈ 5 lakhsന് കൂടുതലോട്ട് ഏത് കൂട്ടാൻ പാടില്ല, ടേം ഇൻഷുറൻസ് പോളിസി കൂട്ടരുത്. അത് ഓൾറെഡി എക്സംഷൻ ആണ്. ക്ലിയർ? അത് പരിഗണിക്കാതെയാണ്, അതിന് ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട് എന്ന് കരുതി അത് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അത് ഇല്ലാതെ മറ്റ് ഇൻഷുറൻസുകളുടേതാണ് നമ്മൾ 5 ലക്ഷം നമ്മൾ പരിഗണിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇത്രയുമാണ് LICയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അമെന്റ്മെന്റ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം CA-കാരുടേതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 10 എക്സാമ്പിൾ അവിടെ പറഞ്ഞ അതേ 10 എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ക്ലിയർ? 10 എക്സാമ്പിളോളം അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ? സിമ്പിൾ അല്ലേടോ? പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ അഡീഷണലി ഇത് പറഞ്ഞത് ഒന്ന് GST പരിഗണിക്കാൻ പാടില്ല, മറ്റൊന്ന് ടേം ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പരിഗണിക്കാൻ പാടില്ല ഈ 5 lakhs കൂട്ടുന്ന സമയത്ത്. ക്ലിയർ? സിമ്പിൾ. ഇനി അടുത്തതായിട്ടൊന്ന് പറയാനുള്ളത് ഏതാണ്, നമ്മളുടെ ചാപ്റ്റർ 6A ഡിഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ അമെന്റ്മെന്റുകളാണ്. ഡിഡക്ഷൻ എന്നുള്ള പറയുന്ന ചാപ്റ്ററിലെ അമെന്റ്മെന്റ്, ഡിഡക്ഷൻസ്. ഓക്കെ. അതിൽ ഫസ്റ്റ് ഒന്ന് ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന്, സെക്ഷൻ 80CCH എന്ന് പറയുന്ന പുതിയൊരു സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 80CCH ഓൾറെഡി മെയിലോട്ട് പഠിച്ച കുട്ടികൾക്ക് ഇത് പഠിച്ചിട്ടുണ്ടാവും, മുമ്പ് പഠിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞോളണമെന്നില്ല. 80CCH എന്ന് പറയുന്ന ഒരു സെക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്. ക്ലിയർ? അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു എന്താണെന്നുള്ളത്. ക്ലിയർ? എവിടെയാ സൂചിപ്പിച്ചിരുന്നത്, നമ്മൾ സാലറിയുടെ അമെന്റ്മെന്റ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു 80CCH എന്താണെന്നുള്ളത്. ഒരു അഗ്നിപാത്ത് സ്കീം അഥവാ അഗ്നിവീർ കോർപ്പസ് ഫണ്ട് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. ക്ലിയർ? അവിടെ നമ്മൾ പറഞ്ഞിരുന്നത് 80CCHലോട്ട് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് സാലറിയിലല്ല ഡിഡക്ഷൻ കിട്ടുക, ചാപ്റ്റർ 6A ഡിഡക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞിരുന്നു. സോ ആ ഡിഡക്ഷൻ കിട്ടുന്ന സെക്ഷൻ ആണ് 80CCH. ഇതിലോട്ട് ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്രയാണോ അത് മുഴുവൻ 80CCH സബ്സെക്ഷൻ 2 പ്രകാരം ഡിഡക്ഷൻ കിട്ടും നമുക്ക് ചാപ്റ്റർ 6A. 80CCH1 പ്രകാരം എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് എന്തുണ്ട്, ഡിഡക്ഷൻ ഉണ്ട്. അപ്പൊ സോ രണ്ടും ഡിഡക്ഷൻ ആണ്. പക്ഷെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സാലറി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ കാണിക്കണം എന്ന് മാത്രം. അത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഈ ചാപ്റ്റർ ക്ലിയർ അല്ലെ? ഈ സെക്ഷൻ ക്ലിയർ ആണ്. ഇത് പുതിയതായിട്ട് വന്നതാണ്. പഴയത് പഠിച്ച ആളുകൾക്ക് ചിലപ്പോ അറിഞ്ഞോളണമെന്നില്ല. 80CCH ക്ലിയർ? സിമ്പിൾ ആണ്, ഒന്നുമില്ല. എത്രയേ ഉള്ളൂ, എംപ്ലോയർ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അഥവാ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, സെൻട്രൽ ഗവൺമെന്റ് ആണല്ലോ ഇത് കൊടുക്കുക, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, നമുക്ക് 80CCH സബ്സെക്ഷൻ 2 പ്രകാരം ഫുൾ എമൗണ്ട് ഡിഡക്ഷൻ കിട്ടും. എംപ്ലോയി കൊടുക്കുന്നത് ഡിഡക്ഷൻ കിട്ടും. പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നത് നമ്മൾ ആദ്യം സാലറിയിൽ കാണിക്കണം എന്ന് മാത്രം. കാരണം എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടുന്നതാണ്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ക്ലിയർ? ഇനി അതിലോട്ട് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാം, അത് ഒരു അഗ്നിപാത്തിന്റെ ഒരു പാക്കേജ് ഉണ്ട്. ആ പാക്കേജിന്റെ 30% ആണ് എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുക. എംപ്ലോയർ ഇത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക, എംപ്ലോയി ഇത്ര തന്നെയാണ് കോൺട്രിബ്യൂട്ട്. എംപ്ലോയി എത്രയാണോ അതിന് എംപ്ലോയർ അതേ എമൗണ്ട് തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ക്ലിയർ? ഒരു അഗ്നിപാത്ത് പാക്കേജ് ഉണ്ട്, ക്വസ്റ്റ്യൻ തരാണെന്നുണ്ടെങ്കിൽ തരും, അതിന്റെ 30% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ക്ലിയർ? ഇതാണ് ഒരു അമെന്റ്മെന്റ് 80CCH. ഈ 80CCH
നമുക്ക് 115 BSc കാണുന്നിടത്തും ഇമ്പോർട്ടന്റ് ആണ്. 115 BSc നമ്മൾ സെപ്പറേറ്റ് എന്ന് പറയും ഏറ്റവും ലാസ്റ്റ്. ഇനി അടുത്ത അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 80Gയിലാണ്. 80CCH അമെന്റ്മെന്റ് അല്ല, 80CCH പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു സെക്ഷൻ ആണ്. ക്ലിയർ? 80Gയിൽ ഒരു അമെന്റ്മെന്റ് ഉണ്ട്. 80G നമുക്ക് എല്ലാവർക്കും അറിയാം, ഡൊണേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിഡക്ഷൻ ആണ് 80G. അവിടെ 4 തരത്തിലുള്ള ഡൊണേഷൻ ഉണ്ടായിരുന്നു. ഒന്ന് 100% ഡൊണേഷൻ പഠിച്ചിരുന്നത്. അവിടെ അവിടെ 50% വിത്തൗട്ട് എനി ക്വാളിഫൈങ് ലിമിറ്റ്. 50% വിത്തൗട്ട് എനി ക്വാളിഫൈങ് ലിമിറ്റ്. 50% വിത്തൗട്ട് എനി ക്വാളിഫൈങ് ലിമിറ്റ്. അതിൽ 4 ഐറ്റം ആണ് നമ്മൾ പഠിച്ചിരുന്നത്. ഏതൊക്കെയാണ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 80Gയിൽ 50% ഡിഡക്ഷൻ വിത്തൗട്ട് എനി ക്വാളിഫൈങ്. എത്രയാണോ കോൺട്രിബ്യൂട്ട് അതിന് 50% ഡിഡക്ഷൻ. അതിൽ 4 ഐറ്റങ്ങളാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഏതൊക്കെ ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞ ഏതൊക്കെയാണെന്നുള്ളത് ഓർമ്മയുണ്ടോ? PMK ഫണ്ട്, രാജീവ് ഗാന്ധി ഫണ്ട്, പിന്നെ പിന്നെതാ ജവഹർലാൽ ഗാന്ധിജി, പിന്നെ നെഹ്റു രാഹുൽ ഗാന്ധി, ഫാമിലീസിനുള്ള ഫണ്ട്. ഏതൊക്കെ? രാഹുൽ ഗാന്ധി ഇല്ലല്ലോ. രാഹുൽ ഗാന്ധി ഇല്ലല്ലോ. രാജീവ്, ഇന്ദിരാഗാന്ധി. ഓക്കെ, എന്തായാലും സംഭവം തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്. സംഭവം തന്നെയാണ്. 4 ഫണ്ടാണ് അവിടെ പറഞ്ഞിരുന്നത്. ഒന്ന് PM ഡ്രോട്ട് റിലീഫ് ഫണ്ട്. PM ഡ്രോട്ട് റിലീഫ് ഫണ്ട് ഒന്ന്. മറ്റൊന്ന് ജവഹർലാൽ നെഹ്റു ഫണ്ട്, ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട്, ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട്. മറ്റൊന്ന് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ. മറ്റൊന്ന് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഫണ്ട്. ഈ 4 കൊടുത്തു കഴിഞ്ഞാലും വിത്തൗട്ട് എനി ലിമിറ്റ് 50% എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്, ഇല്ലേ? ഇപ്പോ ജവഹർലാൽ നെഹ്റുവിന് കിട്ടത്തില്ല, ഒഴിവാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അല്ല, രാജീവ് ഗാന്ധി ഒഴിവാക്കിയിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി ഒഴിവാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ എല്ലാവരും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഏത് മാത്രമേ ഉള്ളൂ? BJP-കാരന് മാത്രമേ ഉള്ളൂ. PM ഡ്രോട്ട് റിലീഫ് ഫണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്രധാനമന്ത്രി ഡ്രോട്ട് റിലീഫ് ഫണ്ട് മാത്രം ഇപ്പൊ എന്തുള്ളൂ? അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ 50% വിത്തൗട്ട് എനി ക്വാളിഫൈ ലിമിറ്റ് ഡിഡക്ഷൻ ഉള്ളൂ. മറ്റേത് 3ഉം ഒഴിവാക്കിയിട്ടുണ്ട്. ക്ലിയർ? മറ്റേത് 3ഉം ഒഴിവാക്കിയിട്ടുണ്ട്, ഡിഡക്ഷൻ ഇല്ല. PM ഡ്രോട്ട് റിലീഫ് ഫണ്ട് മാത്രമേ എന്തുള്ളൂ ഇപ്പോ ഡിഡക്ഷൻ ആയിട്ട് 80Gയിൽ 50% വിത്തൗട്ട് എനി ക്വാളിഫൈ ലിമിറ്റിൽ വരുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? ബാക്കി 3ഉം ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഡിഡക്ഷൻ കിട്ടത്തില്ല. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ചാപ്റ്റർ 6A നമുക്ക് വരുന്ന ഡിഡക്ഷൻസ് അല്ല, അമെന്റ്മെന്റ്. ചാപ്റ്റർ 6A പാർട്ടിൽ വരുന്ന അമെന്റ്മെന്റുകൾ 2 അമെന്റ്മെന്റുകളാണുള്ളത്. ഒന്ന് 80Gയിൽ 50% വിത്തൗട്ട് എനി ക്വാളിഫൈ ലിമിറ്റിലുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഏത് മാത്രമേ ഉള്ളൂ? പ്രൈം മിനിസ്റ്റർ ഡ്രോട്ട് റിലീഫ് ഫണ്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 3 ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 80CCH അമെന്റ്മെന്റ് അല്ല, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സെക്ഷൻ ആണ് അഗ്നിവീർ പാത്ത് സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും. ഈ മെയ്ക്ക് വന്നതുകൊണ്ട് മെയ്ക്ക് പഠിച്ചവരൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ മുമ്പ് പഠിച്ചവർക്ക് എന്തുണ്ടാവും? അതില് അമെന്റ്മെന്റ് ആയിട്ട് ഉണ്ട്. ക്ലിയർ? അത് ക്ലിയർ അല്ലേ? ചാപ്റ്റർ 6A ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ITR ബന്ധപ്പെട്ട് കൊണ്ടുവന്ന അമെന്റ്മെന്റുകൾ. ITR എന്ന ചാപ്റ്ററിൽ ITR. ഒറ്റ മിനിറ്റ് കേട്ടോ.
ഓക്കെ. ഓക്കെ, ITR-മായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന അമെന്റ്മെന്റ്. ഓക്കെ, നോക്കാം നമുക്ക്. നമ്മള് പാൻ കാർഡിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. പാൻ കാർഡ് നമ്മൾ കുറെ ഡോക്യുമെന്റ്സിലൊക്കെ പാൻ കാർഡ് എന്ത് ചെയ്യണം, പാൻ നമ്പർ എഴുതി വെക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇത് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ചാപ്റ്ററിൽ പാൻ കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ചിരുന്നു. ക്ലിയർ? അവിടെ വന്നൊരു അമെന്റ്മെന്റ്, കോട്ടിംഗ് ഓഫ് പാന്. നിങ്ങൾ പഠിച്ചിട്ട് നമ്മുടെ ബുക്കിൽ ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, എവിടെയൊക്കെയാണ് നമ്മൾ പാൻ കാർഡ് കോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അവിടെ ഒരു അമെന്റ്മെന്റ് ഉണ്ട്, കോട്ടിംഗ് ഓഫ് പാൻ ഈസ് നോട്ട് റിക്വയർഡ്. ആവശ്യമില്ല. ആർക്ക് ആവശ്യമില്ല? അതർ ദാൻ കമ്പനി ഓർ ഫേം. കമ്പനിയോ ഫേമോ അല്ലാത്ത, അവിടെ വന്നൊരു അമെന്റ്മെന്റ് ആണ് പറയുന്നത്, കമ്പനിയോ ഫേമോ അല്ലാത്ത മറ്റു അസസികൾ ഉണ്ടല്ലോ, ഇവർക്ക് പാൻ കാർഡ് കോട്ട് ചെയ്യൽ നിർബന്ധമില്ല. എപ്പോ? ഇവര് ഫോം 60 എന്ത് ചെയ്യാണ്, ഒരു ഡിക്ലറേഷൻ കൊടുക്കാണ് എന്നുണ്ടെങ്കിൽ, ഫോം 60 ഒരു ഡിക്ലറേഷൻ കൊടുത്താൽ മതി. ഇവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല. പാൻ കാർഡ് കോട്ട് ചെയ്യേണ്ട നിർബന്ധമില്ല. പാൻ കാർഡ് കോട്ട് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ടെക്സ്റ്റിൽ ഉണ്ടാവും, ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എവിടെയൊക്കെയാണ് പാൻ കാർഡ് കോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ അവിടെ വന്നൊരു അമെന്റ്മെന്റ് ആണ് എന്ത്, അതർ ദാൻ കമ്പനി ഓർ ഫേം. അതർ ദാൻ കമ്പനി ഫേം, ഇവരല്ലാത്ത ബാക്കിയുള്ളവർക്ക് ഫോം 60 ഒരു ഡിക്ലറേഷൻ കൊടുത്താൽ മതി. ക്ലിയർ? എന്നാ മതി. പിന്നെന്താ, അവർക്ക് എന്ത് വേണ്ട, പാൻ കാർഡ് കോട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ? ഫോം 60 ഡിക്ലറേഷൻ കൊടുത്താൽ മതി, എന്നാൽ തന്നെ അത് വാലിഡ് ആണ്. പക്ഷെ കമ്പനിക്കോ ഫേമിനോ ആണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, അവിടെ പറഞ്ഞ എല്ലാ സംഭവങ്ങളിലും പാൻ കാർഡ് കോട്ട് ചെയ്യൽ നിർബന്ധമാണ്. അവിടെ അമെന്റ്മെന്റ് ഇല്ല, അവർക്ക് നിർബന്ധം തന്നെയാണ്. പക്ഷെ ആർക്ക് ഇപ്പോ ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് ഫോം 60 ഡിക്ലറേഷൻ കൊടുത്താൽ തന്നെ ആ പാൻ കാർഡ് വെക്കുന്നതിനുള്ള ഒരു ഇത് മാറിക്കിട്ടും. മീൻസ് പാൻ കാർഡ് അവിടെ ഇല്ലാത്തതിനുള്ള പ്രശ്നം വരില്ല. ഫോം 60 എന്ത് ചെയ്താൽ മതി, ഒരു ഡിക്ലറേഷൻ കൊടുത്താൽ മതി. ക്ലിയർ? ഇതാണ് അവിടെ വന്ന ഒരു അമെന്റ്മെന്റ്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു കമ്പനിക്കും ഫേമിനും നിർബന്ധമായിട്ട് കോട്ട് ചെയ്യണം, അവിടെ യാതൊരു ഇതുമില്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഫോറിൻ കമ്പനി നമുക്ക് ഇന്റർ ലെവലിൽ അത്രമാത്രം ഇമ്പോർട്ടൻസ് അല്ല. നമുക്ക് അങ്ങനെ ഫോറിൻ കമ്പനിയുടെ വാല്യുവേഷൻ നമുക്ക് അങ്ങനെ വരാറില്ല. സോ ഇന്റർ ലെവലിൽ വലിയൊരു ഇമ്പോർട്ടന്റ് അല്ല, ഫൈനൽ ലെവലാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് പറയാം, ഫോറിൻ കമ്പനിയുടെ കേസ് ആണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തുണ്ട്, നോട്ട് ഫോം 1 കേസ്, ഫോറിൻ കമ്പനിയുടെ കേസ് ആണ് എന്നുണ്ടെങ്കിൽ ഇവരെന്താണ്, ഇവർക്ക് ഇന്ത്യയിൽ വേറെ ഒരു ടാക്സബിൾ ഇൻകവും ഇല്ല. ശ്രദ്ധിക്കണേ, ഇവർക്ക് ഇന്ത്യയിൽ വേറെ ഒരു ടാക്സബിൾ ഇൻകവും ഇല്ല. ഇവർക്ക് പാനും ഇല്ല. ക്ലിയർ? എന്തില്ല? ഇവർക്ക് എന്തില്ല, ഇന്ത്യയിൽ വേറെ ഒരു ടാക്സബിൾ ഇൻകവും ഇല്ല. എന്നിട്ട് ഇവർക്ക് പാനും ഇല്ല. എന്നിട്ട് ഇവര് ഇന്ത്യയിൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻ നോട്ട് 1 പറയുന്ന ട്രാൻസാക്ഷൻ ആണ് ഇവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നോട്ട് 1 പറയുന്ന ട്രാൻസാക്ഷൻ അത് ഏതൊക്കെയാണ് സാർ? ആ നോട്ട് 1 ട്രാൻസാക്ഷൻസ്, ഒന്ന് ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്, എന്ത് ചെയ്യാ, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അതർ ദാൻ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് വിത്ത് ബാങ്ക് ഓർ കോപ്പറേറ്റീവ് ബാങ്ക്. അഥവാ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിലോ അതർ ദാൻ സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, സേവിംഗ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത ഏതെങ്കിലും ഒരു അക്കൗണ്ട് എന്ത് ചെയ്യാം, ഫോറിൻ കമ്പനി ഓപ്പൺ ചെയ്യുക. അതാണ് നോട്ട് 1 ഒരു ട്രാൻസാക്ഷൻ. എന്താണ് നോട്ട് 1 ഒരു ട്രാൻസാക്ഷൻ? ഇന്ത്യയിലെ ഏതെങ്കിലും ബാങ്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇതിലെന്ത് ചെയ്യാം, ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതർ ദാൻ ഏത്, സേവിംഗ് ബാങ്ക് അക്കൗണ്ട്. സേവിംഗ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത ഏതെങ്കിലും, മീൻസ് കറന്റ് അക്കൗണ്ട്, വേറെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന മറ്റൊരു ട്രാൻസാക്ഷൻ ആണ് എന്ത്, എ ടൈം ഡെപ്പോസിറ്റ് വിത്ത് എ ബാങ്ക് ഓർ കോപ്പറേറ്റീവ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നോട്ട് എക്സീഡിംഗ് 50,000. എന്ത് ചെയ്യാം, നമ്മളുടെ കോപ്പറേറ്റീവ് ബാങ്കുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ ഏതെങ്കിലും എന്ത് ചെയ്യുക, ഒരു ടൈം ഡെപ്പോസിറ്റ് ഇവർ ചെയ്യുക. എത്ര രൂപയുടെ? 50,000 രൂപയുടെ ടൈം ഡെപ്പോസിറ്റ്. അല്ല എന്നുണ്ടെങ്കിൽ 5 lakh പെർ ഇയർ. ഇയറിൽ അഗ്രിഗേറ്റ് 5 lakh കേട്ടോ. മീൻസ് 50,000 10 അല്ലെങ്കിൽ അങ്ങനെ ഒരു അഗ്രിഗേറ്റ് എന്ത് ചെയ്യാം, 5 lakh പെർ ഇയർ ഉള്ള ഏതെങ്കിലും ടൈം ഡെപ്പോസിറ്റ് എന്ത് ചെയ്യുക, ഇവർ ചെയ്യുക. ഇതാണ് നോട്ട് 1 പറയുന്ന 2 ട്രാൻസാക്ഷൻസ്. ഏതൊക്കെയാണ്? ഒന്ന്
സേവിംഗ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത അതർ ദാൻ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യുക, ഇവരെന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. എവിടെ? ഒന്നെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ. സാധാരണ അവിടെ എല്ലാം നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുക, അവിടെ പോയി സ്റ്റാർട്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബാങ്കുകളിൽ തന്നെ എന്ത് ചെയ്യുക, 50,000 രൂപ വരുന്ന അതിൽ കൂടാത്ത നോട്ട് എക്സീഡിങ് 50,000 കൂടാത്ത ഒരു ടേം ലോൺ, ഒരു കാലത്ത് ടേം ലോൺ എന്ത് ചെയ്യുക, ഇവര് എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇവർ 2-3 ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അഗ്രിഗേറ്റ് 5 lakhs കൂടാത്ത എന്ത് ടേം ലോൺ എടുക്കുക. ഇങ്ങനത്തെ ഈ 2 ട്രാൻസാക്ഷൻസ് ആണ് ആര് നടത്തുന്നത്, ഫോറിൻ കമ്പനി നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ എന്തുമില്ല, ഇന്ത്യയിൽ വേറെ ഒരു ടാക്സബിൾ ഇൻകവും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരും എന്ത് ചെയ്താൽ മതി, പാൻ കാർഡ് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവരും ഫോം 60 ഒരു ഡിക്ലറേഷൻ കൊടുത്താൽ മതി. ക്ലിയർ ആണോ അമെന്റ്മെന്റ്? ഇവിടെ നിങ്ങൾക്ക് ഇന്റർ ലെവലിൽ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം നമുക്കിത് അത്രമാത്രം ഫോറിൻ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനില്ല, ഫൈനലാണ് പഠിക്കാനുള്ളത്. പക്ഷെ എന്നിരുന്നാലും അമെന്റ്മെന്റ് വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. ക്ലിയർ? അപ്പോ നോർമലി പാൻ കോട്ട് ചെയ്യേണ്ട ലിസ്റ്റുകൾ ഏതൊക്കെയാന്നുള്ളത് നമുക്കറിയാം. ആ ലിസ്റ്റുകളിൽ ഇൻഡിവിജ്വൽസ് HUF AOP BO ആരോ ആയിക്കോട്ടെ ഇവർക്കൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പാൻ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഫോം 60 ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ കമ്പനിയും ഫേമും ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പാൻ കോട്ട് ചെയ്യണം. അവർക്ക് ഡിക്ലറേഷൻ കൊടുത്തോണ്ടെന്ന് കാര്യമില്ല, അവർ നിർബന്ധമായിട്ടും കോട്ട് ചെയ്തിരിക്കണം അവിടെ പറഞ്ഞ കാര്യങ്ങളിൽ. ക്ലിയർ? ഇനി അഥവാ ഫോറിൻ കമ്പനിക്ക് ഒരു സ്പെഷ്യൽ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് ഫോറിൻ കമ്പനിക്ക്. അതിനുള്ള കണ്ടീഷൻസ് എന്താ? ഒന്ന്, ഇവരെന്തായിരിക്കണം, ഇന്ത്യയിൽ വേറെ ടാക്സബിൾ ഇൻകം ഇവർക്ക് ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്ന്, നോട്ട് വണ്ണിന്റെ ട്രാൻസാക്ഷൻസ് ആയിരിക്കണം ഇവർ നടത്തുന്നത്. അതിൽ പറയുന്ന ട്രാൻസാക്ഷൻസ് ഏതാണ്? ഒന്ന്, സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും എന്ത് ചെയ്യുക, അല്ല ഇന്ത്യൻ ഷെഡ്യൂൾഡ് ബാങ്കിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിലോ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്തൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ടേം ഡെപ്പോസിറ്റ് എത്രയാ, 5,000 കൂടുതലുള്ള ഒരു ടേം ഡെപ്പോസിറ്റ് എന്ത് ചെയ്യാം, ഇവര് ചെയ്യാം. സോറി, 5,00,000 കൂടുതലല്ല, 50,000 വരെ, അപ് ടു 50,000 വരെ അല്ല, നോട്ട് എക്സീഡിങ് 50,000 ഉള്ള ടേം ഡെപ്പോസിറ്റ് ചെയ്യാം. ഇങ്ങനത്തെ 2 കേസിൽ ഈ 2 ട്രാൻസാക്ഷൻസിൽ ഇവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവർക്ക് പാൻ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോം 60 ഡിക്ലറേഷൻ കൊടുത്താൽ മതി. ക്ലിയർ ആണോടോ? ഈ അമെന്റ്മെന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആ? ഇത് ഇന്റർ ലെവലിൽ അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഫൈനലാണ് വരുന്നത്. സോ എന്നിരുന്നാലും ഒന്ന് ഓർത്ത് വെക്കുക, എവിടെയെങ്കിലും കൺവേർട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഫോം 60 ആ ഫോമിനെ കുറിച്ച് ഒന്ന് പഠിച്ചു വെക്കട്ടെ, ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഒരു ഫോം വന്നതാണ്, സോ കൺവേർട്ടിൽ എവിടെയെങ്കിലും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ? അപ്പോ ഫോറിൻ കമ്പനിക്ക് റിലാക്സേഷൻ കമ്പനിയും ഫേമും നിർബന്ധമായിട്ടും ചെയ്യണം, പക്ഷെ ഫോറിൻ കമ്പനിക്ക് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. ക്ലിയർ? അപ്പോ ഈ ഒരു അമെന്റ്മെന്റ് എല്ലാവരും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു അമെന്റ്മെന്റ് ആണ് അവിടെ തന്നെ പറയുന്ന, നമുക്ക് ടോട്ടൽ അല്ല റിട്ടേൺ ഓഫ് ഇൻകത്തിൽ തന്നെ പറയുന്ന മറ്റൊരു അമെന്റ്മെന്റ് ആണ്. ഇതും ഫൈനൽ ലെവലിൽ തന്നെയാണ് ഇമ്പോർട്ടൻസ്, കാരണം ഫോറിൻ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത് തന്നെയാണ്. നമുക്ക് അങ്ങനെ ഇന്റർ ലെവലിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, സെക്ഷൻ 114 അല്ല, റൂൾ 114 BA BB 114 BA ആൻഡ് BB പാൻ കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന തന്നെ ആ ചാപ്റ്ററിൽ തന്നെ വരുന്ന ഒരു റൂളാണ് 114 BA ആൻഡ് 114 BB. 114 BA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 114 BA 3 ട്രാൻസാക്ഷൻസ് പറയുന്നുണ്ട്. ഈ ട്രാൻസാക്ഷനുള്ള ആളുകൾ എന്തായിരിക്കണം, പാൻ കാർഡിന് അപ്ലൈ ചെയ്തിരിക്കണം. അതാണ് 114 BA പറയുന്നത്. ഓക്കെ, പാൻ കാർഡ് അപ്ലൈ ചെയ്യേണ്ട കുറെ ലിസ്റ്റ് നമുക്കറിയാം, നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ 114 BA പ്രകാരം അപ്ലൈ ചെയ്യേണ്ട 2-3 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? ഒന്ന്, ക്യാഷ് ഡെപ്പോസിറ്റ് 20 lakh ഓർ മോർ ഉള്ള ആളുകൾ. ക്യാഷ് ഡെപ്പോസിറ്റ് 20 lakh ഓർ മോർ. അതേപോലെ തന്നെ ക്യാഷ് വിഡ്രോവൽ WD ചെയ്തിട്ടുണ്ട് 20 lakh ഓർ മോർ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, കറന്റ് അക്കൗണ്ട്, ഓപ്പൺ എ കറന്റ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട് ഓർ ക്രാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് ഓർ ക്രാഷ് ക്യാഷ്. ട്രെയിന് പോണില്ലെന്നല്ല, ആ ഇത് അടച്ചിടിക്കാന്നുള്ളൂ. വണ്ടികൾ എനിക്കൂടെ പോകില്ല, ട്രെയിൻ ഓടുന്നുണ്ട്.
മ്യൂട്ടാക്കിട്ടാ. ആരാണ് ഓക്കെ ഓക്കെ ഓർ ക്യാഷ് ക്രെഡിറ്റ് എ ബാങ്കിങ്. ഓക്കെ, ഇതാണ് 114 പറയുന്ന ട്രാൻസാക്ഷൻസ്. ഏതൊക്കെയാണ്? ക്യാഷ് ഡെപ്പോസിറ്റ് 20 lakh ഓർ മോർ ഉള്ള ആളുകൾ, 20 lakh ഓർ മോർ ഉള്ള ആളുകൾ. അതേപോലെ തന്നെ ക്യാഷ് വിഡ്രോവൽ 20 lakhs ഓർ മോർ ഉള്ള ആളുകൾ. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഇന്ത്യൻ ബാങ്കുകളിൽ, ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസുകളിലോ കോപ്പറേറ്റീവ് ബാങ്കുകളിലോ എവിടെയെങ്കിലും എന്ത് ചെയ്യാം, കറന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ കറന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എവിടെ പറയുന്നത്? 114 പറയുന്നത്. ക്ലിയർ? ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും പാനിന് അപ്ലൈ ചെയ്യണം എന്നാണ് എവിടെ പറയുന്നത്? 114 114 പറയുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ്? ഓൾറെഡി നമുക്കറിയാം ആരൊക്കെയാണ് പാനിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. സോ 114 പ്രകാരം പാനിന് അപ്ലൈ ചെയ്യേണ്ട ആരൊക്കെയാണ്? ക്യാഷ് ഡെപ്പോസിറ്റ് 20 lakh ഓർ മോർ, ക്യാഷ് വിഡ്രോവൽ 20 lakh ഓർ മോർ, ഓപ്പൺ എ കറന്റ് അക്കൗണ്ട് ഓർ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട്, ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് ഇൻ എ കോപ്പറേറ്റീവ് ബാങ്ക് ഓർ ഷെഡ്യൂൾഡ് ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട്. ക്ലിയർ? ഇനി 114 എന്താ പറയുന്നത്? ഇങ്ങനെ ഒരാൾ പാനിന് അപ്ലൈ ചെയ്തു, പാൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്. 114 പറയുന്നത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണം. അതിന്റെ ടൈം ലിമിറ്റ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സബ്മിറ്റ് ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്, 114 പറയുന്നത്. ഇനി എന്താണ് സാർ ഇവിടുത്തെ അമെന്റ്മെന്റ്? അപ്പൊ ശരിക്കും ആദ്യം 114 BBയും മനസ്സിലാക്കണം, എന്നാലും അമെന്റ്മെന്റ് മനസ്സിലാവും. പറയുന്നത് എന്താണ്? ക്യാഷ് ഡെപ്പോസിറ്റ് 20 lakh ഓർ മോർ, അല്ലെങ്കിൽ ക്യാഷ് വിഡ്രോവൽ 20 lakh ഓർ മോർ, അല്ലെങ്കിൽ കറന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇവരെന്ത് ചെയ്യണം? പാനിന് അപ്ലൈ ചെയ്യണം എന്നാണ് 114 റൂള്. 114 റൂൾ എന്താണ്? ഇങ്ങനെ പാൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണം. എന്താണ് 114 പറയുന്നത്. അവിടുത്തെ അമെന്റ്മെന്റ് എന്താണ്? അമെന്റ്മെന്റ് വരുന്നത് ഫോറിൻ കമ്പനിക്കാണ്. സോ നമുക്ക് ഇന്റർ ലെവൽ അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, എന്നിരുന്നാലും പറയാം. എന്ത് ചെയ്യണം? ഫോർ ഒരു നോൺ റെസിഡന്റ് എന്ന് വെച്ചാല് അമെന്റ്മെന്റ് എന്താന്ന് വെച്ചാല് ഒരു നോൺ റെസിഡന്റ് അല്ലെങ്കിൽ ഫോറിൻ കമ്പനി ഓക്കെ, നോൺ റെസിഡന്റോ അല്ലെങ്കിൽ ഫോറിൻ കമ്പനി എന്ത് ചെയ്യണോ? ഈ പറഞ്ഞ രൂപത്തിലുള്ള അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ക്യാഷ് വിഡ്രോവൽ അല്ലെങ്കിൽ ഈ പറയുന്ന അക്കൗണ്ട് രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ഒരു പാനിന് അപ്ലൈ ചെയ്യണമെന്നാണ് നമ്മൾ നോർമലി പഠിച്ചത് 114. ഇനി നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനിയാണ് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ 20 lakh പറഞ്ഞല്ലോ ക്യാഷ് ഡെപ്പോസിറ്റ്, അതേപോലെ തന്നെ ക്യാഷ് വിഡ്രോവൽ 20 lakhs പറഞ്ഞല്ലോ. ഇത് അതർ ദാൻ ക്യാഷ് ആണ്. അതെങ്ങനെ സർ? നമ്മളുടെ അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 20 lakh അതർ ദാൻ ക്യാഷ്, മീൻസ് വേറെ ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യാണ്, ഇങ്ങോട്ട് വരികയാണ്, ട്രാൻസ്ഫർ ചെയ്ത് വരികയാണ്. അതല്ല നമ്മൾ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യല്ല. അല്ലെങ്കിൽ വിഡ്രോവൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, നമ്മൾ ക്യാഷ് ആയിട്ട് വിഡ്രോവൽ അല്ല ചെയ്യുന്നത്. ഇങ്ങനത്തെ കേസ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? കറന്റ് അക്കൗണ്ട് ഓർ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട്, ഇതിൽ എന്ത് ചെയ്യാണ്? ഓപ്പണിംഗ് എ കറന്റ് അക്കൗണ്ട് നോട്ട് ബീങ് എ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട്, ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് അല്ലാത്ത അക്കൗണ്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ? ഒന്ന്, നമ്മൾ പറഞ്ഞ് 20 lakhs ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, അത് ക്യാഷ് ആയിട്ടല്ല അവർ എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പകരം എന്ത് ചെയ്യാണ്? വേറെ ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, ഇവരുടെ അക്കൗണ്ടിലോട്ട്. അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നത് എന്താണ്? ക്യാഷ് ആയിട്ടല്ല, വേറെ ഏതെങ്കിലും അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കറന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. അതിൽ എന്താണ്? ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് അല്ല ഇവർ സ്റ്റാർട്ട് ചെയ്യുക, കറന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്കൗണ്ട് ആണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? പാൻ കാർഡിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഇവർക്ക് ഇന്ത്യയിൽ എന്തുണ്ടാവാൻ പാടില്ല? വേറെ ടാക്സബിൾ ഇൻകങ്ങൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒന്ന്,
മറ്റൊന്ന് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത് IFSC യൂണിറ്റ് വഴി ആവണം. IFSC യൂണിറ്റ് എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ. ക്ലിയർ? ആ രൂപത്തിലുള്ള ഒരു ട്രാൻസാക്ഷനും ആവണം. അതിലൂടെ ആയിരിക്കണം ഇവർ ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്ററിലൂടെ ആയിരിക്കണം ഇവർ ട്രാൻസാക്ഷൻ നടത്തുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ കമ്പനി നോൺ റെസിഡന്റ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പാൻ കാർഡിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഒന്നും കൂടെ പറയാം, 114 BA പറയുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് 20 lakh ഓർ മോർ ഉള്ള ടീം ഒരു അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, പാൻ കാർഡിന് അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ വിഡ്രോവൽ ഡെപ്പോസിറ്റ് 20 lakh കൂടുതലുള്ള ആളുകളും വിഡ്രോവൽ 20 lakh കൂടുതലുള്ള ആളുകളും എന്ത് ചെയ്യണം, പാൻ കാർഡിന് അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ കറന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, പാൻ കാർഡിന് അപ്ലൈ ചെയ്യണം. അതാണ് 114 BA പറയുന്നത്. BB എന്താ പറയുന്നത്, അങ്ങനെ അപ്ലൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് BB പറയുന്നത്. ഇനി ഒരു നോൺ റെസിഡന്റോ ഫോറിൻ കമ്പനിയോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇടുന്ന ഡെപ്പോസിറ്റും ഇതിൽ നിന്ന് പിൻവലിക്കുന്ന വിഡ്രോവലും ആ 20 lakhs എന്ന് പറഞ്ഞത് അത് അതർ ദാൻ ക്യാഷ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതർ ദാൻ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇവർക്ക് ഇന്ത്യയിൽ വേറെ ഒരു ടാക്സബിൾ ട്രാൻസാക്ഷൻസും ഇല്ല എന്നുണ്ടെങ്കിൽ, മീൻസ് വേറെ ടാക്സബിൾ എമൗണ്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇവരെന്താണ് ഈ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് ത്രൂ IFSC യൂണിറ്റ് വഴി ആണ് എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പാൻ കാർഡിന് അപ്ലൈ ചെയ്യേണ്ടതില്ല. ക്ലിയർ? ഇതാണ് 114 BA BB കൊണ്ടുവന്ന ഒരു അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇന്റർ ലെവലിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, ഫൈനലിലായിരിക്കും. അഥവാ ഇനി എങ്ങാനും ചോദിച്ച് എവിടെയെങ്കിലും കോൺവേർഡിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. ക്ലിയർ? ഇതിലേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ് മുമ്പ് പറഞ്ഞത്, നമ്മളെ ഫോം 60 ഡിക്ലറേഷൻ. കാരണം ആ ഫോം ഒക്കെ അവിടെ ജസ്റ്റ് ഓർത്ത് വെക്കുക. നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഓൺവേർഡിൽ എവിടെയെങ്കിലും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ? സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, 114 BA BB എന്താന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അത് നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ മനസ്സിലാവും. നിങ്ങൾക്ക് ഓൾറെഡി ലിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ത് ആരൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അവിടെ ഉണ്ടാകും ഇത്. അപ്പോ ആ അപ്ലൈ എല്ലാവരും അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഫോറിൻ കമ്പനിക്ക് നോൺ റെസിഡന്റിന് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അവർ അതർ ദാൻ ക്യാഷ് ആണ് 20 lakhs ഡെപ്പോസിറ്റോ വിഡ്രോവലോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് അല്ല ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവർക്ക് എന്തുണ്ട്, ഇന്ത്യയിൽ വേറെ ടാക്സബിൾ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. ഇവർ ത്രൂ IFSC യൂണിറ്റ് വഴിയാണ് ഇവർ ട്രാൻസാക്ഷൻ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പാൻ കാർഡിന് അപ്ലൈ ചെയ്യേണ്ട. അതൊരു ക്ലാരിഫിക്കേഷൻ പോലെ എന്ത് ചെയ്തതാണ്, ഇൻകം ടാക്സ് ഇറക്കിയതാണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? സോ ഇൻകം ഇന്റർ ലെവലില് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല, ഫൈനൽ ലെവലിലാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ഇന്ററിൽ നമുക്ക് അങ്ങനെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിനെ കുറിച്ച് പഠിക്കാനില്ലല്ലോ. ആദ്യം ഉണ്ടായിരുന്നു, പിന്നീട് CMA ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ്, പിന്നീട് അത് എടുത്ത് ഒഴിവാക്കി ഇപ്പൊ ഫൈനലിലാണുള്ളത്. ക്ലിയർ? സോ നമുക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് വരുന്നില്ല. അടുത്തത് വരുന്നത് ഏതിലാണ്, നെക്സ്റ്റ് TDS TCS ആൻഡ് അഡ്വാൻസ് ടാക്സ് എന്നുള്ള ചാപ്റ്ററിൽ വരുന്ന ഒരു അമെന്റ്മെന്റ്. അതിന് മുമ്പ് ടോട്ടൽ ഇൻകം എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് നമുക്ക്. ടോട്ടൽ ഇൻകം അവിടെ ജസ്റ്റ് ചെറിയൊരു അമെന്റ്മെന്റ് പറയുന്നുണ്ട്, സിമ്പിൾ ഒരു അമെന്റ്മെന്റ് ആണ്. നമുക്കറിയാം അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്നുള്ളത് നമുക്ക് എന്താണെന്ന് അറിയാം. അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്താണ്, സോഴ്സ് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമ്മൾ കാണിക്കാത്ത അല്ലെങ്കിൽ സോഴ്സ് ഇല്ലാത്ത ഇൻകത്തെ കുറിച്ച് നമ്മൾ എന്താണ് പ്രത്യേകിച്ച് സോഴ്സ് ഒന്നും ഇല്ല, നമ്മൾ എന്താണ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. കാരണം പിന്നെ അതിനെ പറ്റി നമ്മളോട് ചോദിച്ച സമയത്ത് നമുക്ക് എന്തില്ല, അതിനെക്കുറിച്ച് പ്രത്യേക മറുപടി ഒന്നും പറയാൻ കഴിയുന്നില്ല അസസിംഗ് ഓഫീസർ. അങ്ങനത്തെ ഇൻകങ്ങളാണ് അൺഡിസ്ക്ലോസ്ഡ്. സോ ഇതിന്റെ ടാക്സിബിലിറ്റി നമുക്കറിയാം 60% പ്ലസ് സർചാർജ് പ്ലസ് എസ്, അങ്ങനെ ഒരു എഫക്റ്റീവ് റേറ്റ് 78% വരും എന്നുള്ളതൊക്കെ നമുക്കറിയാം. ക്ലിയർ? ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നതാണ്, അമെന്റ്മെന്റ് അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നതാണ്. എന്ത്, അങ്ങനെ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിലായിരിക്കും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക അൺഡിസ്ക്ലോസ്ഡ് ഇൻകത്തെ പറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ഒരാൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം, അസസിംഗ് ഓഫീസർക്ക് കറക്റ്റ് റിപ്ലൈ കൊടുക്കണം. എന്താണ് അതിനെപ്പറ്റി അവൻ എന്ത് ചെയ്യണം, കറക്റ്റ് റിപ്ലൈ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിന് 78% ടാക്സ് അടക്കേണ്ടി വരും. ക്ലിയർ? അങ്ങനെ എനിക്ക് സപ്പോസ് ഒരു അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ഉണ്ട്, ഒരു 20 ലക്ഷം രൂപ എനിക്ക് ഇൻകം ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, എന്നോട് അസസിംഗ് ഓഫീസർ വന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറയാണ് അത് എന്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് ലോൺ ആയിട്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞു. ക്ലിയർ? ലോൺ ആയിട്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞു. സോ അസസിംഗ് ഓഫീസർ പോയിട്ട് എന്റെ സുഹൃത്തിനെ പോയി കാണുകയാണ്. എന്നിട്ട് സുഹൃത്തിനോട് ചോദിക്കാണ് എന്ത്, ഇങ്ങനെ ലോൺ കൊടുത്തിരുന്നു എന്ന്. അപ്പൊ സുഹൃത്തിന്റെ മറുപടിയിൽ അസസിംഗ് ഓഫീസർ സംതൃപ്തനല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ആ ഇൻകത്തെ, ആ ലോൺ എടുത്ത അത്രയും എമൗണ്ട് ഉണ്ടല്ലോ, അതിനെ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും.
സിമ്പിൾ ആണ്, പ്രത്യേകിച്ചുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല. എന്നിരുന്നാലും ഓർത്തു വെക്കുക. അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ്? നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാത്ത ഇൻകം. അത് ആര് കണ്ടുപിടിച്ചു? അസസിംഗ് ഓഫീസർ കണ്ടുപിടിച്ചു. സോ അസസിംഗ് ഓഫീസർ വരുന്ന സമയത്ത് നമ്മൾ അതിന് കറക്റ്റ് റിപ്ലൈ കൊടുക്കണം. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. റിപ്ലൈ കൊടുത്തിട്ടില്ല, നമ്മൾ അസസിംഗ് ഓഫീസർ നമ്മൾ കൊടുത്ത റിപ്ലൈയിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ 78% ആണ് നമുക്ക് ടാക്സിബിലിറ്റി വരുന്നത്. സോ നമ്മൾ കൊടുത്തത് എന്താണ്? അസസിംഗ് ഓഫീസർ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ പറഞ്ഞു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങിയതാ. സോ അസസിംഗ് ഓഫീസർ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ അസസിംഗ് ഓഫീസർ എവിടെ പോയി? നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്തിട്ട് പോയി. ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു, ഫ്രണ്ടിനോട് പോയി ചോദിച്ചു, ഇന്ന സംഭവത്തെ പറ്റി ചോദിച്ചു. ഫ്രണ്ട് എന്ത് ചെയ്തു? പറഞ്ഞ മറുപടിയിൽ അസസിംഗ് ഓഫീസർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ആ ഇൻകത്തെ എന്തായിട്ട് പരിഗണിക്കും? അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ആയിട്ട് പരിഗണിക്കും. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്? ക്ലോസ്ലി ഹെൽഡ് കമ്പനികൾ രണ്ട് കമ്പനി ഉണ്ട്, എ ആൻഡ് ബി. ബി എന്ന കമ്പനിയുടെ അക്കൗണ്ടിലോട്ട് എ എന്ത് ചെയ്തു? എന്തെങ്കിലും ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആര് കണ്ടുപിടിച്ചു? നമ്മളത് ഡിസ്ക്ലോസ് ചെയ്തില്ല. ആര് കണ്ടുപിടിച്ചു? ഇൻകം ടാക്സ് കണ്ടുപിടിച്ചു. അങ്ങനെ അസസിംഗ് ഓഫീസർ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അത് എ എന്ന കമ്പനി അവരുടെ എന്ത് തന്നതാണ്? ഒരു ഷെയർ മണി ആയിട്ട് നമുക്ക് തന്നതാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇൻകം ടാക്സ് ഓഫീസർ ഹാപ്പി ആണെന്ന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇൻകം ടാക്സ് ഓഫീസർ എന്ത് ചെയ്തു? നേരെ പോയിട്ട് ആ എ എന്ന കമ്പനിയോട് പോയി ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ കൊടുത്തിരുന്നു. അപ്പൊ എ എന്ന കമ്പനിയുടെ ആൻസറിൽ ഇൻകം ടാക്സ് ഓഫീസർ എന്തില്ല? സംതൃപ്തനല്ല എന്നുണ്ടെങ്കിൽ എ കൊടുത്ത ഇൻകം ഉണ്ടല്ലോ അത് എത്രയാണോ അതിന് നമ്മൾ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രീറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല ഇതില്. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കേണ്ട 1-2 പോയിന്റ് ഉള്ളൂ. എന്ത്? നമ്മൾ കൊടുത്ത മറുപടിയിൽ എന്ത് ചെയ്യാണ്? ആൾ സംതൃപ്തനാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആൾ പിന്നെ ആരോടുകൂടെ പോയി ചോദിക്കാണ്? നമുക്ക് തന്നു എന്ന് പറയുന്ന ആളെടുത്ത് പോയി ചോദിക്കാണ്. പക്ഷെ അയാളുടെ മറുപടിയിൽ എന്താണ്? അസസിംഗ് ഓഫീസർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻകത്തെ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ആക്കിയിട്ട് പരിഗണിക്കും. അത്രേ ഉള്ളൂ. ക്ലിയർ? അതാണ് റേറ്റ് എന്ന് പറഞ്ഞല്ലോ 60, 78. 78 നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവില്ല. 78% എന്നുള്ളത് അൺഡിസ്ക്ലോസ്ഡ് ഇൻകത്തിന്റെ ടാക്സ് റേറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും, ഇല്ലേ? എങ്ങനെയാടോ 78 വരെ? ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആർക്കും അറിയാൻ നോക്കട്ടെ. 60 പ്ലസ് സർചാർജ് പ്ലസ് സെസ്, അങ്ങനെയാണ് 78 വരുന്നത്. ആർക്കറിയാൻ പറ്റുക? അറിയാം? ഒന്ന് പറഞ്ഞേ. ആ സർചാർജ് അവിടെ എത്രയാണ്? അവിടെ സെസ് എത്രയാണ്? ഞാൻ പറ. എത്രയാടോ? ആർക്കും അറിയില്ലേ? എങ്ങനെയാണ് 78 വരുന്നത്? അൺഡിസ്ക്ലോസ്ഡ് ഇൻകത്തിന് 78% ആണ് ടാക്സ് റേറ്റ് എന്നുള്ളത് നമുക്കറിയാം. അത് എങ്ങനെയാണ് വരുന്നത്? അറിയില്ല? ആർക്കും അറിയില്ല? 60% ആണ് ടാക്സ് റേറ്റ് പ്ലസ് 25% സർചാർജ് പ്ലസ് 4% സെസ്. അപ്പൊ എത്രയായി? 60 പ്ലസ് 25 85 പ്ലസ് 4 89%. അങ്ങനെയല്ല, 60 into 60 into 25%. അതാണ് ആഡ് ചെയ്യേണ്ടത്. 60ന്റെ മുകളിൽ അതിന്റെ 25%. 60ന് 25% എന്ന് പറയുമ്പോൾ എത്ര വരും? 60ന്റെ 10%, 6, 12, 15. സോ 75 ആയി. Then ഈ 75ന് 4% സെസ്. അപ്പൊ എത്ര വരും? 75ന് 4% 3. അങ്ങനെയാണ് 78% വരുന്നത്. അൺഡിസ്ക്ലോസ്ഡ് ഇൻകത്തിന് മുകളിൽ ഫ്ലാറ്റ് 78% ആണ്. അത് എത്ര ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിലും 78% ആണ്. ഇവിടെ സർചാർജിന് ലിമിറ്റ് ഒന്നുമില്ല. സർചാർജ് 25% എന്നുള്ള ഫിക്സഡ് ആണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യും? 78% ആണ് അൺഡിസ്ക്ലോസ്ഡ് ഇൻകത്തിന് മുകളിൽ നമ്മൾ ചാർജ് ചെയ്യാം. ക്ലിയർ ആണോ? ചോദിച്ച ആൾക്ക്, ആരാണ് ചോദിച്ചതെന്ന് അറിയത്തില്ല. ചോദിച്ച ആൾക്ക് ഓക്കെ ആണോ? അടുത്തത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ TDS, TCS ആൻഡ് അഡ്വാൻസ് ടാക്സ്. TCS, അഡ്വാൻസ് ടാക്സ്. ഈ ചാപ്റ്ററിൽ എങ്ങനെയൊക്കെയാണ് അമെന്റ്മെന്റ് വന്നിട്ടുള്ളത്? സിമ്പിൾ ആണ്. ആകെ 1-2 അമെന്റ്മെന്റുകൾ അവിടെയുള്ളൂ. ഫസ്റ്റ് അമെന്റ്മെന്റ് സെക്ഷൻ 194D. 194D ഏതായിരുന്നോ? 194D ഏത് സെക്ഷനാ? 194D ഏത് സെക്ഷനാടോ? പറയടോ. 194D which section? ഏതുമായി ബന്ധപ്പെട്ടതാ? എന്ത്? ഇൻഷുറൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടത് അല്ലെ?
ആ ഇൻഷുറൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് എന്ത് 194D. ഇവിടുത്തെ പെർസെന്റേജ് എത്രയാണ്? പെർസെന്റേജ് എത്രയാടോ? പെർസെന്റേജ് എത്ര? ലിമിറ്റ് എത്ര? പഠിച്ചിട്ടില്ലേ? എത്രയാണ് 194Dയുടെ ലിമിറ്റ് എത്ര? അതിന്റെ പെർസെന്റേജ് എത്ര? ലിമിറ്റ് 15,000. റേറ്റ് നോൺ കോർപ്പറേറ്റ് റെസിഡന്റ് ആണെങ്കിൽ 5%, 10% ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിലും. ഓക്കെ, ഞാൻ TDSന്റെ ഇതൊന്ന് എടുത്ത് കാണിച്ചു തരാം, ചാർട്ട്. Wait. ഓക്കെ, കാണുന്നുണ്ടോ? ഇതാണ് TDSന്റെ റേറ്റ് ലിമിറ്റ് ഒക്കെ പറയുന്നത്. അതിൽ 194D ഇൻഷുറൻസ് കമ്മീഷൻ 15,000 കൂടി കഴിഞ്ഞാൽ 5% അവിടെ ഇപ്പൊ ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. നമ്മളെ ആള് പറഞ്ഞ പോലെ തന്നെ ഒരു അമെന്റ്മെന്റ് വന്നതാണ് എന്ത്? ഇപ്രാവശ്യം വന്ന അമെന്റ്മെന്റ് ആണ് എന്ത്? പേയി നോൺ കോർപ്പറേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ 5%, കോർപ്പറേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എത്രയാണ്? 10%. ക്ലിയർ? അപ്പോ ഇൻഷുറൻസ് കമ്മീഷന്റെ മുകളില് 5% ആണ് നിലവിലുണ്ട്. മുമ്പ് പഠിച്ചവർ കേട്ടോ. ഇപ്പൊ ഈ എക്സാമിന് വേണ്ടി പഠിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവള് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ക്ലിയർ? അപ്പൊ മുമ്പ് പഠിച്ച ആളുകൾ എത്ര ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക? 15,000 കൂടി കഴിഞ്ഞാൽ 5% TDS പിടിക്കണം എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ക്ലിയർ? അതിൽ അമെന്റ്മെന്റ് വന്നതാണ് എന്ത്? 15,000 കൂടി കഴിഞ്ഞാൽ 5% തന്നെയാണ്. ആർക്ക്? നോൺ കോർപ്പറേറ്റിന്. കോർപ്പറേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എത്രയാണ്? 10% TDS പിടിക്കേണ്ടത്. അതാണ് ഒരു അമെന്റ്മെന്റ് വന്നിട്ടുള്ളത് ഏതില്? TDS എന്നുള്ള പറയുന്ന ചാപ്റ്ററിൽ. ക്ലിയർ? അപ്പൊ ആളിപ്പോ പറഞ്ഞത് കറക്റ്റ് ആണ്. അതെന്തിനാണ്? മെയ് എക്സാമിലോട്ട് അവൾ പഠിച്ചതായിരിക്കാം. അപ്പൊ അത് കറക്റ്റ് ആണ്. ക്ലിയർ? അപ്പൊ മുമ്പ് പഠിച്ച ആളുകൾ, ഈ പ്രീവിയസ് ഇയർ മുമ്പ് പഠിച്ച ആളുകൾ എത്ര പഠിച്ചിട്ടുണ്ടാവുള്ളൂ? 15,000 മുകളിൽ 5% പഠിച്ചിട്ടുണ്ടാവുള്ളൂ. സോ ഇപ്പൊ എന്തുകൂടെ വന്നിട്ടുണ്ട് അവിടെ? കോർപ്പറേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ 10% എന്നുള്ളത് കൂടെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലിയർ? അടുത്തൊരു അമെന്റ്മെന്റ് വന്നിട്ടുള്ളത് 194Dയിലെ അമെന്റ്മെന്റ് കഴിഞ്ഞു. ദെൻ 194N. ഏതാടോ 194N? ഏതാ? പറ. 194N ഏതാ? 194N ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 194N TDS ക്യാഷ് വിഡ്രോവൽ ചെയ്യുന്ന സമയത്തുള്ള TDS ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എത്രയിൽ കൂടിയാലാടോ? ക്യാഷ് വിഡ്രോവലിന്റെ സമയത്തുള്ള TDS ആണ്. എത്രയിൽ കൂടിയാലാണ്? പറയടോ. $20 lakhന്റെ 1 crore ഇടയിലാണ് 2%. 1 crore above ആണെങ്കിൽ 5%. 1 crore above ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. നമ്മൾ പഠിച്ച അതേപോലെ തന്നെയാണ് അവിടെ ചേഞ്ചുകൾ വന്നത്. ഒരു കാര്യത്തിന് മാത്രം 1 crore ലിമിറ്റ് ഉണ്ടല്ലോ, അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് പിൻവലിക്കുന്നത് എന്നുണ്ടെങ്കിൽ 3 crore ആയിട്ട് മാറും. അതും കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതാണ് 194N വന്ന അമെന്റ്മെന്റ്.
വിഡ്രോവൽ ഒക്കെ സെയിം, നമ്മൾ പഠിച്ച മുമ്പ് പഠിച്ച അതേപോലെ തന്നെയാണ്, ഒരു ചേഞ്ചും ഇല്ല. പക്ഷേ 1 crore ലിമിറ്റ് ഉള്ളത് കോപ്പറേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ, കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ 3 crore ആയിട്ട് മാറും. അതാണ് അമെന്റ്മെന്റ് 194N അമെന്റ്മെന്റ്. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ച അതേപോലെ തന്നെ. അടുത്തത് 194A. 194A ഏതായിരുന്നോ? 194A ഏതായിരുന്നു? പറ. 194A പറ. നിങ്ങൾക്ക് അത് പഠിക്കലും കൂടെ ആയി ഇതിന്റെ കൂടെ. 194A ഏതായിരുന്നു എന്ന് പറഞ്ഞേ. So TDS on interest other than interest on securities. TDS on Interest other than interest on securities. Yes, TDS other than interest on TDS on interest other than interest on securities. Okay. 194A. അവിടെ interest on മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനത്തെ ഒരു സ്കീം ഉണ്ട്. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ട്. ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ TDS പിടിക്കണ്ട എന്നുള്ള ഒരു അമെന്റ്മെന്റ് അവിടെ വന്നിട്ടുണ്ട് 194A. നമ്മൾ പഠിച്ചത് ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഒഴിച്ച് ബാക്കിയുള്ളതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ TDS പിടിക്കണം. ലിമിറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ അതേപോലെ തന്നെ, അതിലൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷെ മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ നിന്നും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ TDS പിടിക്കേണ്ട ആവശ്യം ഇല്ല. സോ നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ എങ്ങനെ ഓൺബോർഡിൽ എങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൽ എത്ര ലിമിറ്റ് നമ്മളെ ലിമിറ്റ് കടന്നാലും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, TDS പിടിക്കേണ്ട ആവശ്യമില്ല. നോ TDS. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റില് നോ TDS. ഈ മഹിളാ സമ്മാൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ 2 വർഷത്തേക്കുള്ള ഒരു സ്കീമാണ്. നമ്മുടെ ഈ കുട്ടികളുടെ മേലില അല്ലെങ്കിൽ വുമൺസിന്റെ പേരിലോ എന്ത് ചെയ്യുന്ന ലോണല്ല, ഒരു 2 lakh വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ്. 2 വർഷത്തേക്ക് 2 lakh വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ്. ക്ലിയർ? അതിന് മുകളിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അപ്പൊ എന്തല്ല, TDS പിടിക്കേണ്ട ആവശ്യം ഇല്ല. അതാണ് 194A വരുന്ന അമെന്റ്മെന്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ 3 അമെന്റ്മെന്റ് ആണ് ഇപ്പൊ നമ്മൾ TDS പറഞ്ഞത്. ഏതൊക്കെയാണ്? 194A പറഞ്ഞു, 194N പറഞ്ഞു, then 194D പറഞ്ഞു. 3 അമെന്റ്മെന്റ് പറഞ്ഞു. ക്ലിയർ? ഇനി പുതിയതായിട്ടൊന്ന് കൊണ്ടുവന്നതാണ് 194BA. 194BA പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ്. ക്ലിയർ? അതേതാണ്? നമ്മൾ IFOSൽ പഠിച്ചിരുന്നു. പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഭവം പഠിച്ചിരുന്നു. ഏത്? വിന്നിംഗ് ഫ്രം ഓൺലൈൻ ഗെയിം. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന TDS പിടിക്കുന്ന സെക്ഷൻ ആണെന്ത്? 194BA പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. സോ എല്ലാവരും നോർത്ത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ? എത്രയാ പിടിക്കേണ്ടത്? 30% TDS പിടിക്കേണ്ടത്. 30%. ലിമിറ്റ് എത്രയാണ്? 100 രൂപയാണ് ലിമിറ്റ്. 100 രൂപയേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിന്നിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? TDS പിടിക്കണം. എപ്പോഴാണ് പിടിക്കേണ്ടത്? ഒന്നെങ്കിൽ ഇപ്പോ എല്ലാവരും ഗെയിമൊക്കെ കളിക്കുക, ഒരു അക്കൗണ്ട് ആദ്യം ഉണ്ടാക്കി ഉണ്ടാവില്ല, അതിലോട്ട് പൈസ വരാനും പോകാനൊക്കെ. ആ അക്കൗണ്ടിൽ നിന്നും പൈസ പിൻവലിക്കുക, ക്യാഷ് വിഡ്രോവൽ. ഓർ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, whichever is earlier ഏതാണോ ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? TDS പിടിക്കേണ്ടത്. അപ്പൊ 194BA പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു സെക്ഷൻ ആണ്. ഓൺലൈൻ ഗെയിമിൽ നിന്നും വിന്നിംഗ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 100 രൂപയേക്കാൾ കൂടി കഴിഞ്ഞാൽ 30% TDS പിടിക്കണം. എപ്പോഴാണ് പിടിക്കേണ്ടത്? ഒന്നുകിൽ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് whichever is earlier ആയതാണോ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? TDS പിടിക്കേണ്ടത്. ക്ലിയർ? അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? ഈ 100 രൂപ എന്ന് പറയുന്നത് പെർ മന്ത് ആട്ടോ. ഒരു മാസത്തിൽ 100 രൂപ, 100 രൂപ പെർ മന്ത്. ഇനി ഞാൻ ഏപ്രിൽ, മെയിൽ 95, അങ്ങനെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയർ മൊത്തം 95 രൂപയാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ ഒരു മാസം 95 രൂപയാണ് ഞാൻ ഒരു മാസം എന്ത് ചെയ്യുന്നത്? എനിക്ക് കിട്ടുന്ന വിന്നിംഗ് എന്ന് പറഞ്ഞു. സോ എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, TDS പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ബിലോ
100 ആണ്. ക്ലിയർ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് ഏപ്രിലിൽ 95 കിട്ടി, മെയ്യില് 95 കിട്ടി, ജൂണിൽ 95 കിട്ടി, ജൂലൈയിൽ 110 കിട്ടി, ഓഗസ്റ്റിൽ 95 കിട്ടി, ദെൻ സെപ്റ്റംബറിൽ 100 കിട്ടി, ഒക്ടോബർ 95 കിട്ടി, നവംബർ 110 കിട്ടി. ഇങ്ങനെയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന മൊത്തം എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? TDS പിടിക്കണം. മീൻസ് ഒറ്റ മാസവും 100ൽ കൂടാൻ പാടില്ല. ഏതെങ്കിലും ഒരു മാസം 100ൽ കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വർഷം കിട്ടുന്ന മൊത്തം എമൗണ്ടിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? TDS പിടിക്കണം. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സോ ഇവിടെ 110 കിട്ടി. അപ്പൊ ഈ ഒരു മാസം എന്ത് ചെയ്തു? 100ൽ കൂടി. സോ എന്ത് ചെയ്യണം? നമ്മൾ എൻറ്റയർ എമൗണ്ടിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? TDS പിടിക്കണം. ക്ലിയർ? ഇതാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ടുള്ളത്. സോ സിമ്പിൾ. ഓക്കെ ആണോ? അപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്ന സെക്ഷൻ ആണ് വിന്നിംഗ് ഫ്രം ഓൺലൈൻ ഗെയിം. അതിന്റെ ടാക്സബിലിറ്റിയും അല്ല, എങ്ങനെയാണ് ഇൻകം ടാക്സബിൾ ആവാന്നുള്ളത് നമ്മൾ അവിടെ പഠിച്ചു. ഇതില് ഇൻകം ഫ്രം അതർ സോഴ്സിൽ. ഓക്കെ. സോ എത്രയാണ്? 30% ആണ് TDSന്റെ റേറ്റ്. 100 രൂപ പെർ മന്തിൽ കൂടി കഴിഞ്ഞാൽ പിടിക്കണം. എപ്പോ പിടിക്കണം? ഒന്നീ ക്യാഷ് വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എൻഡ് വിച്ചവർ ഈസ് ഏർലിയർ. എല്ലാ മാസവും 100ൽ താഴെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും ഒരു മാസം കൂടി കഴിഞ്ഞാൽ എല്ലാ മാസത്തിനും മുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? TDS പിടിക്കേണ്ടി വരും. ക്ലിയർ? ഇതാണ് എന്ത് 194B പറയുന്നത്. ഇനി അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊണ്ടുണ്ട്. സപ്പോസ് വിന്നിങ് കിട്ടുന്നത് എന്തെങ്കിലും കൈൻഡ് ആയിട്ടാണ്, ഇത് ക്യാഷ് ആയിട്ട് കിട്ടിയാലല്ലേ, കൈൻഡ് ആയിട്ടാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിലോ അതിന്റെ വാല്യൂ 100 രൂപയേക്കാൾ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഫയർ മാർക്കറ്റ് വാല്യൂ ആണ്. ഇനി സപ്പോസ് എനിക്ക് വിന്നിങ്ങിന് തരുന്ന ആളുണ്ടല്ലോ, മീൻസ് ഞാൻ വിൻ ചെയ്തു, എനിക്ക് തരുന്ന ആളുണ്ടല്ലോ, തരുന്ന ആള് അത് പർച്ചേസ് ചെയ്തിട്ടാണ് എനിക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് വന്ന പർച്ചേസ് കോസ്റ്റ് ആണ് എന്തായിട്ട് എടുക്കേണ്ടത്? ആ തരുന്ന വിന്നിങ്ങിന്റെ അതിന്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ഇനി എനിക്ക് തരുന്ന ആൾ എന്ത് ചെയ്യാണ്? അവൻ മാനുഫാക്ചർ ചെയ്തതാണ് എനിക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ നോർമലി ഒരു വ്യക്തിക്ക് അത് വാങ്ങാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണോ കോസ്റ്റ് വരുന്നത് അതാണ് എന്തായിട്ട് എടുക്കേണ്ടത്? ആ കൈൻഡിന്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ക്ലിയർ? നോർമലി ഫെയർ മാർക്കറ്റ് വാല്യൂ മീൻസ് വീട്ടിലുള്ള ഒരു സാധനം എടുത്തിട്ട് തരാണ്, അങ്ങനെ അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. പിന്നെ അയാൾ എന്ത് ചെയ്യാണ്? ഈ പരിപാടിക്ക് എന്തെങ്കിലും പരിപാടി ഒരു ഓൺലൈൻ ഗെയിം നടത്തി അതിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ അയാൾ എന്താണ്? ഒരു വലിയൊരു മൊമെന്റ് പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് തരാണെന്നുണ്ടെങ്കിൽ അയാളുടെ പർച്ചേസ് കോസ്റ്റ് ആണ് എടുക്കേണ്ടത്. ഇനി അയാൾ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്തിട്ടാണ് എനിക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ല എടുക്കേണ്ടത്. എന്താണ് ആ മാനുഫാക്ചറിങ് കോസ്റ്റ്? മീൻസ് എടുക്കേണ്ടത് എന്താണ്? മറ്റൊരാൾക്ക് അത് വാങ്ങാൻ എത്രയാണോ ചെലവ് അതാണ് എടുക്കേണ്ടത്. ക്ലിയർ? ഇതാണ് അവിടുത്തെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സോ വാല്യൂന്റെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? TDS പിടിക്കാൻ പറ്റുമോ? ഇല്ല. TDS എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് ഉണ്ടാവുമ്പോഴല്ലേ എമൗണ്ട് പിടിച്ചിട്ട് ബാക്കി കൊടുക്കാൻ പറ്റുക. അപ്പൊ വാല്യൂ ആകുമ്പോ എന്താ? മൊമെന്റ് ആണ്, അതിന്റെ അടിയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ മേലിന് മൂടി എന്ത് ചെയ്യുക? അവർ കഴിച്ചിട്ട് എടുത്തു അത് ബാക്കി നമുക്ക് തരാം. അങ്ങനെ പറ്റുമോ? ഇല്ലല്ലോ. TDS പിടിക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? 194Bയിലും PAയിലും BAയിലോ BBAയിലോ ഒക്കെ പഠിച്ചതേപോലെ തന്നെ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? ഇപ്പൊ ലോട്ടറിയുടെ മീൻസ് എന്തെങ്കിലും കൈൻഡ് കാണുന്ന നമ്മൾ ഒരു കാര്യം പഠിച്ചിരുന്നു. എന്ത് പഠിച്ചിരുന്നു? നമ്മൾ എത്രയാണോ TDS അടയ്ക്കേണ്ടത് അത് നമ്മൾ അങ്ങോട്ട് ക്യാഷ് ആയിട്ട് കൊടുത്തിട്ട് വേണം അവിടെ നിന്ന് കൈൻഡ് ഇങ്ങോട്ട് വാങ്ങാൻ. നമ്മൾ പഠിച്ചിരുന്നു. 194Bയിലും BBAയിലൊക്കെ പഠിച്ചിരുന്നു. ക്ലിയർ? അതേപോലെ തന്നെ ഇവിടെയും എന്തുണ്ടത്? കൈൻഡ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആള് TDSന്റെ എമൗണ്ട് അങ്ങോട്ട് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൈൻഡ് ഇങ്ങോട്ട് വാങ്ങാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇതാണ് 194BA എന്ന് പറയുന്ന സെക്ഷൻ. വെരി ഇമ്പോർട്ടന്റ് ആണ്, കാരണം പുതിയതായിട്ട് വന്നതുകൊണ്ട് ചിലപ്പോ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ക്ലിയർ ആണല്ലോ? ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, വിന്നിംഗ് വാല്യൂ നമ്മൾ എടുക്കല്ലോ 100 രൂപ എന്ന് പറഞ്ഞല്ലോ, അത് എക്സ്ക്ലൂഡിങ് GST ആണ് എടുക്കേണ്ടത്. GST ഉൾപ്പെടുത്താൻ പാടില്ല. സപ്പോസ് വിന്നിംഗ് കിട്ടുന്നത് 95 രൂപയാണ്. സോ നമുക്ക് കിട്ടുന്ന സമയത്ത് 95 പ്ലസ് GST എന്നുള്ളതാണെങ്കിൽ GST എടുക്കാൻ പാടില്ല. വിന്നിംഗ് എത്ര എമൗണ്ട് എടുക്കാൻ പാടുള്ളൂ? എത്രയാണ് വിന്നിംഗ് അത് എടുക്കാൻ പാടുള്ളൂ. പ്ലസ് GST എന്ത് ചെയ്യാൻ പാടില്ല? എടുക്കാൻ പാടില്ല. അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഓക്കെ. സോ ഇതാണ് 194BA പറയുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് TCSലുള്ള അമെന്റ്മെന്റ്. TDSൽ അത്ര അമെന്റ്മെന്റേ ഉള്ളൂ. നെക്സ്റ്റ് TCSലുള്ള അമെന്റ്മെന്റ്. TDSൽ നമ്മൾ അമെന്റ്മെന്റ് ഏതൊക്കെ പഠിച്ചത്? TDSൽ 194A പഠിച്ചു, Dയിൽ പഠിച്ചു, Nൽ പഠിച്ചു. ദെൻ 194BA എന്ന് പറയുന്ന പുതിയൊരു സെക്ഷനും പഠിച്ചു. ദെൻ TCSൽ ഒരു അമെന്റ്മെന്റ് വരുന്നത് നമ്മൾ ഓവർസീസ് റെമിറ്റൻസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഓവർസീസ് റെമിറ്റൻസ് അറിയോ ആർക്കെങ്കിലും? ടൂർ പാക്കേജിന്, അതേപോലെ തന്നെ മെഡിക്കലിന്, അതേപോലെ എഡ്യൂക്കേഷനൊക്കെ ഓവർസീസ് റെമിറ്റൻസിനെ കുറിച്ച് പഠിച്ചിരുന്നു TCSൽ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ?
സെക്ഷൻ ഏതാ ഓർമ്മയുണ്ടോ? 206C ഓർമ്മയുണ്ടോ? അതിൽ വരുന്ന ഒരു ഐറ്റം ആണ് 1Gയിൽ വരുന്ന ഒരു ഐറ്റം ആണ് എന്ത്? TCS. നമ്മൾ ഓവർസീസ് റെമിറ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ TCS പിടിക്കേണ്ടത്. ക്ലിയർ? അവിടെ എത്രയായിരുന്നു TCS പിടിക്കേണ്ടത്? നമ്മള് 7 lakh വരെ TDS പിടിക്കണ്ട. അതിന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ എത്രയാണ്? 5% TCS പിടിക്കണം. ഇതാണ് നമ്മൾ പഠിച്ചിരുന്നത്. ക്ലിയർ? ഇവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. 7 lakh വരെ TCS പിടിക്കണ്ട, കറക്റ്റ് ആണ്. 7 lakhന്റെ മുകളിൽ കയറി കഴിഞ്ഞ TCS പിടിക്കണം, അതും കറക്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ അവിടെ 2 റേറ്റ് വന്നിട്ടുണ്ട്. ഒന്ന് അപ് ടു 30/9/2023 ആണ് എന്നുണ്ടെങ്കിൽ 7 lakh വരെ പിടിക്കണ്ട. എക്സസ് ഓഫ് 7 lakh എത്ര പിടിക്കണം? 5%. ഇനി ഫ്രം 30/9/2023 ആണെന്നുണ്ടെങ്കിൽ 7 lakh വരെ പിടിക്കണ്ട. അതിന്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ 20% പിടിക്കും. അപ്പൊ 2 റൈറ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ആദ്യം 7 lakh വരെ പിടിക്കണ്ട, അതിന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ 5% പിടിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. ക്ലിയർ? ഇനി എത്രയാണ്? 30/9/2023 വരെ 7 lakh വരെ പിടിക്കണ്ട, അതിന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ 5%. ക്ലിയർ? അതേപോലെ തന്നെ 30/9/2023 വരെ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ 7 lakh വരെ പിടിക്കണം, അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ 20% പിടിക്കണം. ഇതാണ് നമ്മൾ പഠിച്ചിരുന്നത്. അല്ല, ഇതല്ല, ഇതാണ് ഇപ്പൊ അമെന്റ്മെന്റ് ആയിട്ട് വന്നത്. ക്ലിയർ ആണല്ലോ? വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. സപ്പോസ് ഞാൻ അവിടെ എഴുതുന്നുണ്ട്, എനിക്ക് എന്ത് കിട്ടി? ഞാൻ TCS ഞാൻ ഔട്ട്സൈഡ് ഇന്ത്യയിലോട്ട് അയച്ചു കൊടുക്കുന്നത് 10 lakh എന്നാണ് ബിഫോർ 30/9/2023. ബിഫോർ 30/9/2023. 2 lakh ആഫ്റ്റർ 1/10/2023. എന്റെ കയ്യിൽ നിന്ന് TCS ആയിട്ട് എത്രയാണ് പിടിക്കേണ്ടത്? എത്രയാണോ പിടിക്കേണ്ടത്? ഇവിടെ 30/9/2023 മുമ്പ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. 7 lakh വരെ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 7 lakhന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എത്ര ഉണ്ട്? 3 lakh ഉണ്ട്. സോ 3 lakhന്റെ മുകളിൽ 5%. എത്ര വരും? 15,000. ദെൻ ഇവിടെ 2 lakh ഉണ്ട്. സോ എന്തുണ്ട്? അഗ്രിഗേറ്റ് കൂട്ടുന്ന സമയത്ത് 7 lakh. 7 lakh എന്ന് പറഞ്ഞ ഒരു വർഷത്തിന് മൊത്തത്തിലാട്ടോ ലിമിറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 2 lakh ഉണ്ട്. സോ 2 lakhന്റെ മുകളിൽ എത്രയാണ്? ഇൻറ്റു 20%. സോ 40,000. ഈ സെപ്റ്റംബറിന് ശേഷം കൊണ്ട് മാത്രം 7 lakh എന്നില്ല. പഠിക്കും എങ്ങനെ പഠിക്കുക? സപ്പോസ് ഒരാൾ സെപ്റ്റംബറിന് മുമ്പ് കൊടുത്തിട്ടില്ല, ഒരു എമൗണ്ട് നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യയിലോട്ട് അയച്ചിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിലോ സെപ്റ്റംബറിന് ശേഷം മാത്രം 7 lakh ലിമിറ്റ് ഉണ്ട്. സോ ഒരു വർഷത്തേക്കാണ് ലിമിറ്റ് വരുന്നത്. സോ 2 lakh ഇൻറ്റു 20% ടോട്ടൽ 55,000 ആണ് അവന്റെ കയ്യിൽ നിന്ന് TDS പിടിക്കേണ്ടത്. ആദ്യം എത്ര ഉള്ളായിരുന്നു? 7 lakhനേക്കാൾ കൂടി കഴിഞ്ഞാൽ 5% ആയിരുന്നു. ഇപ്പൊ അത് 2 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ക്ലിയർ? ഇനി സപ്പോസ് അടുത്തൊരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ പറയാം. 2 lakh ബിഫോർ 30/9/2023. 10 lakh ആഫ്റ്റർ 1/10/2023. ഇങ്ങനെയാണെന്ന് എത്ര TDS പിടിക്കേണ്ടത്? ഫസ്റ്റ് 2 lakh ബിഫോർ ഉണ്ട്. TDS ഉണ്ടോ? ഇല്ല. അപ് ടു 7 lakh വരെ ഇല്ല. 10 lakh ആഫ്റ്റർ 1/10 TDS ഉണ്ടോ? ഉണ്ട്. 7 lakhന് മുകളിൽ. സോ ഇവിടെ ഓൾറെഡി 2 lakh കഴിഞ്ഞു. ഇനി ഏതുണ്ട് ഇവിടെ? 5 lakhs കൂടെ ഇവിടെ വരും. ബാക്കി 5 lakhsന്റെ മുകളിൽ എത്ര വരും? 20%. അഥവാ 1 lakh എന്ത് ചെയ്യണം? നമ്മൾ TCS നമ്മൾ കളക്ട് ചെയ്യണം. ക്ലിയർ? ഈ രൂപത്തിലാണ് TCS കളക്ട് ചെയ്യേണ്ടത്. 2 റൈറ്റുകളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. പണ്ട് ഒരു റൈറ്റ് മാത്രമേ ഉള്ളായിരുന്നു. 7 lakhനേക്കാൾ കൂടി കഴിഞ്ഞാൽ 5%. ഇപ്പോ 2 റൈറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ക്ലിയറാ? ക്ലിയർ? ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതാണ് നോർമൽ കേസ്, ഔട്ട്സൈഡ് ഇന്ത്യയിലോട്ട് അയക്കുന്നത്. ഇനി സപ്പോസ് നമ്മൾ എന്ത് ചെയ്യാണ്? അയക്കുന്നത് മെഡിക്കൽസിനാണ്. മെഡിക്കൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിനാണ്. മെഡിക്കൽ ഓർ എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഏത് എഡ്യൂക്കേഷണൽ പർപ്പസ്? സെക്ഷൻ 80E പറയുന്ന എഡ്യൂക്കേഷണൽ പർപ്പസ്. അതെന്താ സർ സെക്ഷൻ 80E പറയുന്നത്? നമ്മൾ ചാപ്റ്റർ 6A ഡിഡക്ഷനിൽ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോന്ന് അറിയില്ല. സെക്ഷൻ 80E ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ സെക്ഷൻ 80E പ്രകാരം നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത് നമ്മൾ അവിടെ പഠിച്ചിരുന്നു. സോ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലോൺ ആണ് എന്ത്? 80E പറയുന്നത്. ക്ലിയർ? സോ 80E പറയുന്ന രൂപത്തിൽ നമ്മൾ ലോൺ എടുത്തിട്ടാണ് ഔട്ട്സൈഡ് ഇന്ത്യയിലോട്ട് എന്ത് ചെയ്യുന്നത്? മെഡിക്കലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസിനോ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ക്ലിയർ,
80E പറയുന്ന രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഡിക്കലിനല്ല 80E പറയുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ലോൺ എടുക്കുകയാണ്. എന്നിട്ട് ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഔട്ട്സൈഡ് ഇന്ത്യയിലോട്ട് അയച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എത്രയാണ്, 7 lakh വരെ ഇല്ല, 7 lakhന്റെ മുകളിലോട്ട് 0.5% ആണ് എന്ത് ചെയ്യേണ്ടത്, TCS കളക്ട് ചെയ്യുന്നത്. ലോൺ എടുത്തിട്ടാണ് അയച്ചു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ. ക്ലിയർ? ഈ ലോൺ എടുക്കാതെയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഓർ എഡ്യൂക്കേഷൻ നമ്മുടെ കയ്യിലുള്ള പൈസ നേരിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കണം, ലോൺ ഒന്നും എടുക്കാതെ. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ 7 lakh വരെ ഇല്ല, 7 lakhന്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ 5% ആണ്. ക്ലിയർ? 7 lakh വരെ ഇല്ല, 7 lakhന്റെ മുകളിലോട്ട് 7 lakhന്റെ മുകളിലോട്ട് റെമിറ്റൻസ് എത്രയാണോ, 7 lakhന്റെ മുകളിലോട്ട് റെമിറ്റൻസ് 5% ആണ് പിടിക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പോ നോർമലി എത്രയാണ്, 7 lakh വരെ ഇല്ല, 7 lakhന്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ 2 ആയിട്ടുണ്ട്. ബിഫോർ 30/9/2023 ആണ് എന്നുണ്ടെങ്കിൽ 5%, ആഫ്റ്റർ ആണെന്നുണ്ടെങ്കിൽ 20%. ഇനി നമ്മൾ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ മെഡിക്കൽസിനോ വേണ്ടിയിട്ടാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിലോ, മെഡിക്കൽസിനോ എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസയാണ് എടുത്ത് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ 7 lakh വരെ ഇല്ല, അതിന്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ 5%. ഇനി നമ്മൾ ലോൺ എടുത്തിട്ടാണ് അങ്ങോട്ട് അയക്കുന്നത് എന്നുണ്ടെങ്കിലോ 7 lakh വരെ ഇല്ല, അതിന്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ 0.5%. ഇനി നമ്മൾ ടൂറിന് വേണ്ടിയിട്ടാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിലോ, ട്രാവലിംഗ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഒന്നുമില്ല, എത്ര ഉണ്ട് എന്നുണ്ടെങ്കിലും എത്ര ശതമാനമാണ്, അപ് ടു 30/9/23 വരെ 5%. എത്ര ഉണ്ട് എന്നുണ്ടെങ്കിലും ആഫ്റ്റർ 30/9/20 അഥവാ 1/10/23 മുതൽ ആഫ്റ്റർ 30/9 അല്ലെങ്കിൽ 1/10/23 മുതൽ അവിടുന്ന് അങ്ങോട്ട് എത്രയാണ്, 20%. അല്ല 1/10/23 5% തന്നെയാണ് till 7 lakh, then after 20%. ഈ രൂപത്തിലാണ് എന്തുള്ളത്, ടൂർ പാക്കേജിനാണ് എന്നുണ്ടെങ്കിൽ റേറ്റ് ഉള്ളത്. എങ്ങനെയാണ്, അപ് ടു 30 ടൂർ പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ അപ് ടു 30/9/2023 വരെ 5%. എത്ര എമൗണ്ട് ഉണ്ടെന്നില്ല, അവിടെ ലിമിറ്റ് ഇല്ല കേട്ടോ, 7 lakhന്റെ ലിമിറ്റ് ഒന്നുമില്ല. ഓക്കെ. ഇനി ആഫ്റ്റർ 30/9/23 ആണെന്നുണ്ടെങ്കിലോ അവിടെ ലിമിറ്റ് ഒന്നുമില്ല, പക്ഷെ നമ്മൾ 7 lakh വരെ 5% കൊടുക്കുള്ളൂ, പിടിക്കുള്ളൂ. 7 lakhന് മുകളിൽ കയറി കഴിഞ്ഞാലോ 20%. അപ്പൊ എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിലോ, ഒരു എക്സാമ്പിൾ പറയാം. ഓവർസീസ് ടൂറിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, 30/9/23 വരെ എന്ത് ചെയ്തു, 4 lakh കൊടുത്തു, 4 lakh. അതിന്റെ ശേഷം ആഫ്റ്റർ എത്രയും കൊടുത്തു, ഒരു 5 lakh കൊടുത്തു. എങ്ങനെയാണ് TCS കളക്ട് ചെയ്യുക, എങ്ങനെ കളക്ട് ചെയ്യുക, ഫസ്റ്റ് 30/9/23 വരെ വിത്തൗട്ട് എനി ലിമിറ്റ് നമ്മൾ എത്ര പിടിക്കണം, 5% പിടിക്കണം, വേണ്ടേ? യെസ്. 4 lakhന്റെ മുകളിൽ 5% എത്ര വരും, 20,000. ദെൻ ആഫ്റ്റർ 30/9/2023 ആണെന്നുണ്ടെങ്കിലോ 7 lakh വരെ എത്തുന്നത് വരെ നമ്മൾ 5%. സോ ഇനി 7 lakhലോട്ട് എത്ര 3 lakh മതി. അഗ്രിഗേറ്റ് ആണ് 7 lakhന്റെ ലിമിറ്റ് വരുന്നത്. സോ 3 lakh ഇൻറ്റു എത്രയാണ്, 5%. സോ ടോട്ടൽ എത്രയായി, 7 ആയില്ല, 7 ലക്ഷം വരെ 5% എന്നാണ് പഠിച്ചിട്ടുള്ളത്. സോ 3 lakh ഇൻറ്റു 5% എത്ര വരും, 15,000. ബാക്കി എത്രയുണ്ട്, 4 5 9 9 2 lakh ഇൻറ്റു 20%. അപ്പൊ എത്ര വരും, 40,000. സോ ടോട്ടൽ ഇവന്റെ കയ്യിൽ TCS എത്ര പിടിക്കണം, 40 + 20 60 + 15 75,000 രൂപ എന്ത് ചെയ്യണം. സോ ടോട്ടൽ TCS ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ടൂർ പാക്കേജിനാണെന്നുണ്ടെങ്കിൽ ഈ 7 lakh എന്നുള്ള പറയുന്നത് ഒരു വർഷത്തേക്ക് മൊത്തത്തിലാട്ടോ, അല്ലാതെ 30/9 രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2ആയി തരംതിരിച്ചതിനും സെപ്പറേറ്റ് 7 lakh ഒന്നും ഇല്ല, ഒരു ഇയറിലോട്ട് മൊത്തത്തിലാണ്. പക്ഷെ റേറ്റ് എന്തുണ്ട്, 2 ആക്കിയിട്ട് വരുന്നുണ്ടെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലായില്ല. എങ്ങനെ ലാസ്റ്റ് എക്സാമ്പിൾ ഒന്നുകൂടി പറഞ്ഞല്ലോ, മനസ്സിലായില്ല. ലാസ്റ്റ് എക്സാമ്പിൾ ഒന്നുകൂടെ പറയാം. ഞാന് ടൂർ പാക്കേജിന് വേണ്ടി ബിഫോർ 30/9/23 അഥവാ ഏപ്രിലോ മെയിലോ ജൂണിലോ എവിടെയെങ്കിലും എത്രയായിട്ട് ഞാൻ എത്ര ചെലവാക്കാണ്, 4 lakh ചെലവാക്കാണ്. ഇനി ആഫ്റ്റർ ചെലവാക്കാണ്, ഒരു 5 lakh ചെലവാക്കാണ്. സോ ടോട്ടൽ 9 lakh ആണ് ഞാൻ ആ വർഷം ചെലവാക്കിയിട്ടുള്ളത്. ക്ലിയർ? ഇതില് നമ്മൾ എന്താ പഠിച്ചത്,
അപ് ടു 30/9/2001 വിത്തൗട്ട് ലിമിറ്റ് ഒന്നുമില്ല. എത്ര ശതമാനം പിടിക്കണം? 5% പിടിക്കണം. സോ 4 lakhന്റെ മുകളിൽ 5% 20,000. ഇനി ആഫ്റ്റർ ആണെന്നുണ്ടെങ്കിലോ ലിമിറ്റ് ഒന്നുമില്ല, എത്ര തന്നെ പിടിക്കണം? 7 lakh എത്തുന്നത് വരെ 5% പിടിക്കണം. അതിന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ എത്രയും പിടിക്കണം? 20%. സോ 7 lakhലോട്ട് ഇനി എത്താൻ 3 ലക്ഷം മതി. സോ 3 ലക്ഷം ഇൻറ്റു 5% എത്ര വരും? 15,000. യെസ്. അതിന്റെ മുകളിലോട്ട് ഇനി എത്ര? 9 ലക്ഷം ടോട്ടൽ അല്ലേ? 2 lakh. സോ 2 lakh ഇൻറ്റു 20% 40,000. സോ ടോട്ടൽ എത്ര വരും? 75,000. ഇനി സപ്പോസ് ഇവിടെ തന്നെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ 30/9/23 ഇല്ല, ഇതിനു മുമ്പേ കൊടുക്കുന്നില്ല, പകരം എത്രയേ ഉള്ളൂ? ആഫ്റ്റർ 30/9/23 ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ഈ 5 lakhsന് മുകളിൽ 5% വരുള്ളൂ. അപ് ടു 7 lakh വരെ എത്ര ഉണ്ട്? 5% ഉണ്ട്. ഇനി 30/9/2023 മുമ്പ് ഇല്ല, ആഫ്റ്റർ 30/3/2023 ശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? 10 ലക്ഷം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ 7 lakh വരെ 5%. അത് എത്ര വരും? 7 lakhന്റെ 70,000 10 35,000. 3 lakhന്റെ മുകളിൽ 20% അഥവാ 60,000. സോ ടോട്ടൽ എത്രയാണ്? 95,000. ഇങ്ങനെയാണ് TCS വരിക. ഓക്കെ ആണോ? ചോദിച്ചാൽ ക്ലിയർ ആയിട്ടുണ്ടോ? യെസ് സർ, ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ ഈ രൂപത്തിലാണ് നമുക്ക് TCS വരുന്നത്. ഏതില്? 194 അല്ല സോറി 206 ഏതിലാണോ? 206 H വരുന്നതാണ്. H1Gയിലാണ് വരുന്നത്. സോറി 206 സീല് 206 സീല് 1Gയിൽ വരുന്ന അമെന്റ്മെന്റ് ആണ്. നമ്മൾ ഓവർസീസ് റെമിറ്റൻസ് അയക്കുന്ന സമയത്ത്. ആരെന്തും ചോദിക്കുന്നുണ്ടോ? ഓക്കെ. ഇനി നമ്മള് ലാസ്റ്റ് ഒരു അമെന്റ്മെന്റ് കൂടെ വന്നിട്ടുള്ളത് TCSല്. ഓക്കെ അല്ലേ? റെമിറ്റൻസിന്റെ കേസ്. ഇനി 206 CC ഈ ഒരു സെക്ഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. എന്ത്? സപ്പോസ് ഒരാൾക്ക് പാൻ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ TCS കളക്ട് ചെയ്യുന്ന സമയത്ത് ട്വൈസ് ഓഫ് റൈറ്റ് അഥവാ നമ്മൾ പഠിച്ച റൈറ്റിന്റെ ഡബിൾ ഓർ 5% എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. Then 1% in the case of 206 C1H പഠിച്ചിരുന്നു നമ്മള്. പാൻ കാർഡ് ഇല്ലാത്ത കേസ് ആണ് എന്നുണ്ടെങ്കിൽ എത്രയാണോ റൈറ്റ് അതിന്റെ ട്വൈസ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ട്വൈസ് ഓർ 5% വിച്ച് എവർ ഈസ് ഹയർ നമ്മൾ പഠിച്ചിരുന്നു. TCSൽ പഠിച്ചിരുന്നു. പാൻ കാർഡ് ഇല്ലാത്ത കേസിൽ എത്രയാണ് TCSന്റെ റൈറ്റ് എന്നുള്ളത്. ആ സെക്ഷനിൽ എത്രയാണോ ആ കേസിന് റൈറ്റ് പറയുന്നത് അതിന്റെ ഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ 5% വിച്ച് എവർ ഈസ് ഹയർ. ഇൻ ദ കേസ് ഓഫ് 206 C1H ആണെന്നുണ്ടെങ്കിൽ 1%, 5% പകരം 1%. ഇത് നമ്മൾ അവിടെ പഠിച്ചതാ TCSൽ. അവിടെ ഒരു ഹയർ ലിമിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ട്വൈസ് ഒക്കെ പറയുന്നുണ്ടല്ലോ, ഇത് മാക്സിമം എത്ര പോകാൻ പാടുള്ളൂ? 20% പോകാൻ പാടുള്ളൂ. ക്ലിയർ? ഇതാണ് അവിടെ വന്നിട്ടുള്ള ഒരു അമെന്റ്മെന്റ്. അവിടെ മാക്സിമം ലിമിറ്റ് എത്ര വന്നിട്ടുണ്ട്? 20% വന്നിട്ടുണ്ട്. ഇനി അത് പഠിച്ച അതേ സ്ഥലത്ത് തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ടാവും. ഇൻകം ടാക്സ് ഫയൽ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്നും TCS എത്ര പിടിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലേ? ഇതേപോലെ തന്നെ ആയിരുന്നു അവിടെയും പഠിച്ചിരുന്നത്. ട്വൈസ് ഓർ 5% വിച്ച് എവർ ഈസ് ഹയർ ഇതന്നെയാണ് അവിടെയും പഠിച്ചിരുന്നത്. പക്ഷെ അവിടെ ഇപ്പൊ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? മാക്സിമം 20% എന്നുള്ളത് അവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. TCSന്റെ കേസിൽ പാൻ കാർഡ് ഇല്ലാത്ത കേസിൽ ട്വൈസ് ഓർ 5% ഹയർ എന്നാണ് പഠിച്ചിരുന്നത്. അവിടെ മാക്സിമം ലിമിറ്റ് 20% എന്നുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര കൊണ്ടുവന്നിട്ടുണ്ട്? മാക്സിമം ലിമിറ്റ് 20% എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ? ഇത്രയുമാണ് ഇൻകം ടാക്സിൽ നമുക്ക് ഈ എക്സാമിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള അമെന്റ്മെന്റുകൾ വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഒന്ന് ബാക്കി വെച്ചിരുന്നു. ഏത്? അതാണോ 115 BAC. അത് അമെന്റ്മെന്റ് ആയിട്ട് ഇപ്പൊ അതിൽ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. ആ റൈറ്റുകളൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. സോ നമുക്ക് നല്ല ജസ്റ്റ് ഒന്ന് പറയാം 115 BAC, കാരണം അത്ര ഇമ്പോർട്ടൻസ് ആണ്, പുതിയതായിട്ട് വന്നതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ഒന്ന് ഓപ്പൺ ആക്കിയാട്ടെ. സാർ ഈ PDF കിട്ടിയില്ലടാ നമുക്ക്. ഞാൻ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ. ഇന്നലെ ഞാൻ മറന്നുപോയി. ഓക്കെ സാർ.
115 BAC ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. നൂറ്റിപ്പഞ്ച് BSc അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യമായിട്ട് വല്ല അമെന്റ്മെന്റ് ഒന്നും ഇല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് പറയാന്ന് മാത്രം. 115 BSc റൈറ്റുകളൊക്കെ നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 3 lakh വരെ ഇല്ല, 3 lakh 6 lakh വരെ 5%, 6 lakhs to 9 lakh to 12, 12 lakh to 15, above 15 ഒക്കെ നമുക്കറിയാം. അതിന്റെ റിബേറ്റും കാര്യങ്ങളും സർചാർജ് കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് അതിൽ ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ്, ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാണ്. ക്ലിയർ? സോ നമ്മൾ കാണുന്ന സമയത്ത് സാലറി എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് ഡിഡക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. മീൻസ് HRAയിൽ നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ടാവാറുണ്ട്, ലീവ് ട്രാവൽ കൺസെഷനിൽ ഉണ്ടാവാറുണ്ട്, തന്നെ ഒരുപാട് ഡിഡക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ അതേപോലെ അലവൻസസുകൾ കുറെ ഉണ്ട്. അലവൻസസുകളിൽ തന്നെ എഡ്യൂക്കേഷൻ അലവൻസസിൽ ഡിഡക്ഷൻ ഉണ്ട് 100 രൂപ വെച്ചിട്ട്, കോസ്റ്റൽ എഡ്യൂക്കേഷൻ അലവൻസ് ഉണ്ട്, ട്രൈബൽ ഏരിയ അലവൻസ്, അങ്ങനെ ഒരുപാട് ഡിഡക്ഷൻസ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ലാസ്റ്റില് സാലറി എന്നുള്ള ഹെഡിൽ എന്നുള്ള ഡിഡക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. 3 ഡിഡക്ഷൻസ്: എന്റർടൈൻമെന്റ് അലവൻസ് ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ്, പ്രൊഫഷണൽ ടാക്സ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 115 BScക്ക് കിട്ടുക ജസ്റ്റ് ഒന്ന് പറയാണ്. ഒന്ന് നമ്മൾ പഠിച്ചതിൽ നിന്നും കിട്ടാത്തതാണ് പറയുന്നത്. ഒന്ന് LTC ലീവ് ട്രാവൽ കൺസെഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഡക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ സാലറി എന്നുള്ള ചാപ്റ്ററിൽ ഓർമ്മയുണ്ടോ? ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ്, അതേപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്, അതേപോലെ എക്കണോമി ഫെയർ, അതേപോലെ തന്നെ ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് AC ടിക്കറ്റ് എന്നൊക്കെ പഠിച്ചത് ഓർമ്മയില്ലേ? ആ ഡിഡക്ഷൻ എവിടെ കിട്ടത്തില്ല, എവിടെ കിട്ടത്തില്ല? നമ്മൾ 115 BSc പഠിക്കുകയാണ്, 115 BSc പ്രകാരമാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടത്തില്ല. മറ്റൊന്ന് ഏത് കിട്ടത്തില്ല? HRA ഡിഡക്ഷൻ നമ്മൾ പഠിച്ചിരുന്നു. എങ്ങനെ പഠിച്ചിരുന്നത്? ആക്ച്വൽ HRA റിസീവ്ഡ് റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി, 40% ഓർ 50% ഓഫ് സാലറി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ HRAയുടെ ഡിഡക്ഷൻസ് പഠിച്ചിരുന്നു, ഇല്ലേ? ആ ഡിഡക്ഷൻസ് ഇവിടെ കിട്ടത്തില്ല, 115 BSc എടുക്കുന്ന സമയത്ത് കിട്ടത്തില്ല. അപ്പോ ഒരാൾക്ക് 115 BSc മീൻസ് HRA കിട്ടുകയാണ്, 115 BSc പ്രകാരം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ എത്രയാണോ കിട്ടുന്ന HRA അത് ഫുള്ള് ടാക്സബിൾ, 1 രൂപ പോലും ഡിഡക്ഷൻ ഇല്ല. ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ അവിടെ ഒരുപാട് അലവൻസസുകൾ പഠിച്ചിരുന്നു. സെക്ഷൻ 10 സബ്സെക്ഷൻ 40 സ്പെഷ്യൽ അലവൻസസ്. അവിടെ 2 അലവൻസ് ആണുള്ളത്. ഒന്ന് ഓൾറെഡി അലവൻസസിന് 3 തരത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് ഫുള്ളി ടാക്സബിൾ, ഒന്ന് പാർട്ട്ലി ടാക്സബിൾ, ഒന്ന് ഫുള്ളി എക്സെപ്റ്റഡ്. ഫുള്ളി ടാക്സബിൾ എല്ലായിടത്തും ഫുള്ളി ടാക്സബിൾ തന്നെ, ഫുള്ളി എക്സെപ്റ്റഡും അതേപോലെ തന്നെ. പക്ഷെ പാർട്ട്ലിയിൽ 2 കാര്യങ്ങൾ പഠിച്ചു, ഒന്ന് HRA, ഒന്ന് സ്പെഷ്യൽ അലവൻസസും. ഈ സ്പെഷ്യൽ അലവൻസസിൽ നമ്മൾ അവിടെ പഠിച്ചിരുന്നു ഫോർ ഓഫീസ് പർപ്പസ്, ഫോർ മീറ്റിംഗ് പേഴ്സണൽ പർപ്പസ്, അങ്ങനെ 2 ആയിട്ടൊക്കെ പഠിച്ചിരുന്നു, ഇല്ലേ? സ്പെഷ്യൽ അലവൻസസിൽ നമ്മൾ 115 BScയിൽ കിട്ടുക ഓൺലി 3 അലവൻസസിന് കിട്ടുന്ന ഡിഡക്ഷൻസ് മാത്രമേ കിട്ടുള്ളൂ ഇവിടെ 115 BSc പ്രകാരം. ബാക്കി ഏത് കിട്ടിക്കഴിഞ്ഞാലും ഫുള്ളി ടാക്സബിൾ. ആ 3 ഏതൊക്കെയാണ്? ട്രാവലിംഗ്, കൺവീനിയൻസ്, ഡെയിലി അലവൻസ്. ഈ 3 അലവൻസസിന് മാത്രമേ എക്സെപ്ഷൻസ് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഫുള്ള് എന്താണ്? ടാക്സബിൾ ആണ്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് അലവൻസ് ടു ബ്ലൈൻഡ്, തീഫ്, ദമ്പ് 3200 പെർ മന്ത് എന്ന് വെച്ച് പഠിച്ചത് ഓർമ്മയില്ലേ? സോ അതും എന്തുണ്ട്? ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ അലവൻസ്, അപ്പൊ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ, 100 രൂപ പെർ മന്ത് ഡിഡക്ഷൻ ഇല്ല. എഡ്യൂക്കേഷൻ ഹോസ്റ്റൽ അലവൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഡിഡക്ഷൻ ഇല്ല, ഫുള്ളി ടാക്സബിൾ. ക്ലിയർ? അതേപോലെ തന്നെ യൂണിഫോം അലവൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? അൺയൂസ്ഡ് എമൗണ്ട് ടാക്സബിൾ ആണ് പഠിച്ചിരുന്നത്. സോ 115 BScയിലാണെങ്കിലോ അങ്ങനത്തെ ഇല്ല, ഫുള്ളി ടാക്സബിൾ. ക്ലിയർ? അപ്പൊ ഈ 3 അതേപോലെ ട്രാൻസ്പോർട്ടും, ഈ 4 മാത്രമേ എന്തുള്ളൂ? ഡിഡക്ഷൻസ് കൊടുക്കുന്നുള്ളൂ. വേറെ ഒന്നിലും ഡിഡക്ഷൻസ് ഇല്ല, ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെയിലി അലവൻസ് ഓഫ് MLA ആൻഡ് MP. എക്സംഷന്റെ കേസിൽ പറഞ്ഞത് ഒന്നായിരുന്നു, ഡെയിലി അലവൻസ് ഓഫ് MLA MP. ആ MPക്ക് MLAക്കും കിട്ടുന്നത് ഏതിലില്ല? 115 BScയിൽ ടാക്സബിൾ ആണ്. എന്തില്ല? ആ ഡിഡക്ഷൻ ഇവിടെ ഇല്ല. അതേപോലെ തന്നെ ആരാണിത്? സൊഫാൻ ഭായി ഒന്ന് മ്യൂട്ട് ചെയ്യടേ. സോറി സർ. ഓക്കെ. അതേപോലെ തന്നെ
നമ്മള് ക്ലബിംഗ് പഠിച്ച ചാപ്റ്ററിൽ, ക്ലബിംഗ് എന്നുള്ള ചാപ്റ്ററിൽ കുട്ടികളുടെ ഇൻകം, ചിൽഡ്രൻസിന്റെ ഇൻകം ക്ലബ് ചെയ്യുന്ന സമയത്ത് ഒരു 1500 രൂപ ഡിഡക്ഷൻ പഠിച്ചിരുന്നു ഇല്ലേ? അത് എവിടെ കിട്ടത്തില്ല? 115 BSc പ്രകാരമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ആ ക്ലബിംഗിലെ ആ 1500 രൂപ ഡിഡക്ഷൻ നമുക്ക് കിട്ടൂല. ക്ലിയർ? അതേപോലെ സെസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു സെക്ഷൻ 10A സെസ്. ഫസ്റ്റ് 5 വർഷം 100% ഡിഡക്ഷൻ, നെക്സ്റ്റ് 5 വർഷം 50%, ദെൻ അടുത്ത 5 വർഷം 10 to 15 വരെയുള്ള 5 വർഷം എത്രയാണ്? 50% ഓർ അക്കൗണ്ടിലോട്ട് ഇടുന്നത്, മീൻസ് സ്പെഷ്യൽ റിസർവിലോട്ട് മാറ്റുന്നത്, വിച്ച് എവർ ഈസ് ഏതാണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് പഠിച്ചിരുന്നു? ഡിഡക്ഷൻസ് പഠിച്ചിരുന്നു സെസ്സിൽ. ആ സെസ്സിന് ഡിഡക്ഷൻസ് ഒന്നും ഇവിടെ കിട്ടത്തില്ല, 115 BSc എടുക്കുന്നവർക്ക് കിട്ടത്തില്ല. അതേപോലെ തന്നെ ഡിഡക്ഷൻ അണ്ടർ സാലറിയിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ്, കഴിഞ്ഞ വർഷം വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടിയിരുന്നില്ല, ഇപ്പൊ എന്തുണ്ട്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അലോവബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ആർക്ക്? 115 BSc. അപ്പൊ അവർക്ക് 50,000. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഇന്നലെ പറഞ്ഞ കേസാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇപ്പൊ ആർക്കും അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് ഇവിടെ വെട്ടിയിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇപ്പൊ ആർക്കും അവൈലബിൾ ആണ്, 115 BScയിലും അവൈലബിൾ ആണ്, രണ്ടിലും അവൈലബിൾ ആണ്. ദെൻ എന്റർടൈൻമെന്റ് അലവൻസും പ്രൊഫഷണൽ ടാക്സിലെ ഡിഡക്ഷൻസും ഉണ്ടല്ലോ, ഇത് രണ്ടും റെഗുലറിൽ മാത്രമേ ഉള്ളൂ, ഡിഫോൾട്ടിൽ ഇല്ല. ഡിഫോൾട്ട് മീൻസ് 115 BScയിൽ ഇല്ല, അലോവബിൾ അല്ല. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ സെൽഫ് ഒക്കുപൈഡ് പ്രോപ്പർട്ടി, നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ഹൗസ് പ്രോപ്പർട്ടിന്റെ കേസിൽ, ഇല്ല ആർക്കില്ല? 115 BScയിൽ കിട്ടൂല. അതേപോലെ തന്നെ അഡീഷണൽ ഡിപ്രീസിയേഷൻ ഏതിൽ കിട്ടൂല? 115 BScയിൽ കിട്ടൂല. അതേപോലെ തന്നെ സയന്റിഫിക് റിസർച്ചിൽ വേരിയസ് ഫണ്ടിലോട്ട്, യൂണിവേഴ്സിറ്റിയിലോട്ട്, IIT-ലോട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് 100% ഡിഡക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അത് കിട്ടത്തില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വേരിയസ് ഫണ്ടിലോട്ട് കൊടുക്കുന്നതാണ് കിട്ടാത്തത്. ഏത് കിട്ടും? ഇൻഹൗസ് റിസർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടുന്ന ഡിഡക്ഷൻസ് ഉണ്ടല്ലോ. ഇൻഹൗസ് റിസർച്ചുമായിട്ട് എങ്ങനെയാണ് ഡിഡക്ഷൻ കിട്ടുന്നത്? ഇൻഹൗസുമായിട്ട് പ്രീ കമൻസ്മെന്റ് പീരീഡിൽ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ സാലറി അതർ ദാൻ പെർക്വിസിറ്റ് പ്ലസ് മെറ്റീരിയൽ എക്സ്പെൻസസ് ഫുള്ളി ഡിഡക്ഷൻ കിട്ടും. അതേപോലെ തന്നെ ക്യാപിറ്റൽ നാച്ചർ ആണെന്നുണ്ടെങ്കിൽ അതർ ദാൻ ലാൻഡ് ഫുള്ളി ഡിഡക്ഷൻ കിട്ടും. കറന്റ് ഇയറിലാണെന്നുണ്ടെങ്കിൽ ഓൾ റവന്യൂ എക്സ്പെൻസ് ഫുള്ളി ഡിഡക്ഷൻ കിട്ടും. ക്യാപിറ്റൽ എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ അതർ ദാൻ ലാൻഡ് ഡിഡക്ഷൻ കിട്ടും. ഇൻഹൗസ് റിസർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയാൽ മതി, നിങ്ങൾ ഈ രൂപത്തിലൂടെ പഠിച്ചിട്ടുണ്ടാവും. സോ അത് എവിടെ കിട്ടും? 115 BScയിൽ കിട്ടും. പക്ഷെ ഔട്ട് ഹൗസ് റിസർച്ച് ഉണ്ട്, നമ്മൾ പുറത്തേതെങ്കിലും ടീമിന് കൊടുക്കുന്നത്, അതെന്ത് ചെയ്യില്ല? 115 BSc പ്രകാരം ഡിഡക്ഷൻ ഇല്ല. ക്ലിയർ? അതേപോലെ തന്നെ സ്പെസിഫൈഡ് ബിസിനസ് സെക്ഷൻ 35AD ബിസിനസ്സുകൾ 100% ഫസ്റ്റ് ഇയറിൽ തന്നെ ഡിഡക്ഷൻ കിട്ടുന്നത്, അവിടെ ഏതിന് കിട്ടൂല? LGF എന്ന് പഠിച്ചിട്ടുണ്ടാവും, മീൻസ് ലാൻഡ്, ഗുഡ്വില്ല്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ഇത് മൂന്നിലാണ് എന്നുണ്ടെങ്കിൽ എന്തില്ല? 35AD 100% ഡിഡക്ഷൻ ഇല്ല. ബാക്കിയുള്ള സംഭവങ്ങൾക്ക് 100% ഡിഡക്ഷൻ ഉണ്ട് 35AD, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ 35AD ഡിഡക്ഷൻസ് എവിടെ കിട്ടത്തില്ല? 115 BScയിൽ കിട്ടത്തില്ല. അതേപോലെ തന്നെ ചാപ്റ്റർ 6A 80C മുതൽ 80U വരെ നമ്മൾ ഒരുപാട് ഡിഡക്ഷൻസ് പഠിച്ചു. 80C, CCC, CCE, അതേപോലെ D, DD, G, H എന്നൊക്കെ പറഞ്ഞിട്ട്, മീൻസ് H മീൻസ് CCH അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പഠിച്ചിരുന്നു. ലാസ്റ്റ് 80T, TTA എന്നൊക്കെ പഠിച്ചിരുന്നു. ഇല്ല, DT എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് 50,000 വരെ, മീൻസ് TTI, TTB ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ പഠിച്ചിരുന്നു. ക്ലിയർ? ആ ഡിഡക്ഷൻസ് ഒന്നും എവിടെ അവൈലബിൾ അല്ല? സെക്ഷൻ 115 BSc എടുക്കുന്ന സമയത്ത് അവൈലബിൾ അല്ല. ഓൺലി 3 ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. അത് ഏതൊക്കെയായിരുന്നു? ഒന്ന് 80CCD സബ്സെക്ഷൻ 2 കൊടുക്കുന്ന ഡിഡക്ഷൻസ് ഉണ്ടായിരുന്നു, അത് അവൈലബിൾ ആണ്. അതേപോലെ 80CCH സബ്സെക്ഷൻ 2, 80CCD സബ്സെക്ഷൻ 2 ഏതാണ്? നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിലോട്ട് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് 80CCD സബ്സെക്ഷൻ 2, അത് അലോവബിൾ ഡിഡക്ഷൻ ആണ് 115 BScയിലും. 80CCH സബ്സെക്ഷൻ 2 നമ്മൾ ഇന്ന് പഠിച്ചത്, അഗ്നിവീർ പാത്ത് സ്കീമിലോട്ട് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതും 115 BScയിൽ അലോവബിൾ ഡിഡക്ഷൻ ആണ്. അതുപോലെ തന്നെ 80JJA അഡീഷണൽ എംപ്ലോയീസിന് വെക്കുമ്പോൾ കിട്ടുന്ന ഡിഡക്ഷൻസ്, ക്ലിയർ? അതും ഈ 3 ഡിഡക്ഷൻസ് മാത്രമേ ഏതിൽ കിട്ടുള്ളൂ? 115 BScയിൽ കിട്ടുള്ളൂ. ക്ലിയർ? അതേപോലെ തന്നെ എന്തുണ്ട്? മാക്സിമം ഡിപ്രീസിയേഷൻ റേറ്റ് 40%-നേക്കാൾ കൂടാൻ പാടില്ല 115 BScയിൽ, അതല്ലെങ്കിലും കൂടുന്നില്ല. ഇപ്പൊ മാക്സിമം 40% തന്നെയാണ് വരുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പോലത്തെ മാക്സിമം 40 ആണ് വരുന്നത്. പണ്ടായിരുന്നു 60 ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ 40 തന്നെ മാക്സിമം ഉള്ളൂ. ക്ലിയർ? അതേപോലെ തന്നെ AMT ഒന്നും ഏതിലില്ല? 115 BSc ഒപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് AMT ഒന്നും ഇല്ല. ക്ലിയർ? സർചാർജ് നമുക്കറിയാം മാക്സിമം 25% വരുന്നുള്ളൂ. ക്ലിയർ? അപ്പോ ഇതൊന്നും അമെന്റ്മെന്റ് അല്ല കേട്ടോ, ഇതൊക്കെ ഓൾറെഡി ഇങ്ങനെയാണ് 115 BSc ചെയ്യുക. അമെന്റ്മെന്റ് ആയിട്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തേക്ക് വന്നത് ഏത് മാത്രമേ ഉള്ളൂ? 115 BSc ഒപ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഫണ്ട് ഇല്ലായിരുന്നു, ഇപ്പൊ അത് അവൈലബിൾ ആണ്. അത്രേ ഉള്ള അമെന്റ്മെന്റ് ആയിട്ട് വന്നത്. ജസ്റ്റ് ഞാൻ എന്തോ ഓവറോൾ പറഞ്ഞു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ക്ലിയർ? ഈ രൂപത്തിലാണ് 115 BSc നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും ചെയ്യേണ്ടത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ആണോടോ?
Yes, sir. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ട് 115 BSc ഓൾറെഡി പഠിച്ചിട്ടില്ലേ? അറിയില്ല ഈ സംഭവങ്ങളൊക്കെ? അറിയോടോ? അറിയത്തില്ലേ? പഠിച്ചിട്ടുണ്ടാവും 115 BSc എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ. സോ ഇപ്പൊ 115 BSc വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് ഡിഫോൾട്ട് ആണ് ഇപ്പോ, പണ്ടത്തെ പോലെയല്ല. അതിൽ ചെയ്യൽ പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. ക്ലിയർ? സോ നിങ്ങളൊക്കെ അത് പഠിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യാ, നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചതാണ് ഈ സംഭവങ്ങളൊക്കെ. ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളിപ്പോ പറഞ്ഞ അമെന്റ്മെന്റുകൾ കൂടെ അതിലോട്ടൊന്ന് ആഡ് ചെയ്യുക. ചിലപ്പോൾ എന്ത് ചെയ്യാണ്ടാവും, ഓൾറെഡി പഠിച്ചു വെച്ചതിനൊന്ന് മാറ്റാനുണ്ടാവും. ക്ലിയർ? ഓൾറെഡി പഠിച്ചു വെച്ചതിനൊന്ന് ഇപ്പൊ ഇന്ന് എന്നോട് ആരാന്ന് ചോദിച്ചത്, പേരൊന്നും അങ്ങനെ ഓർമ്മയില്ല. ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചിരുന്നു, ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരാൾ വന്നിട്ട് ചോദിച്ചിരുന്നു, എന്ത് സർ ഞങ്ങൾ പഠിച്ചിരുന്നത് റെസിഡൻഷ്യൽ അക്കോമഡേഷന് ആ വർഷത്തേക്ക് മൊത്തത്തിൽ 40% എന്നുള്ള രൂപ, അല്ല മീൻസ് 40 lakhs കേസ് ഉണ്ടല്ലോ, നമ്മൾ സെക്കൻഡ് അമെന്റ്മെന്റ്, അതാണ് പഠിച്ചിരുന്നത് എന്നുള്ളത്. ക്ലിയർ? ഞാനും എടുത്ത സമയത്ത് അങ്ങനെ തന്നെയാണ് എടുത്തിരുന്നത്, മീൻസ് ഫസ്റ്റിൽ എടുത്ത സമയത്ത്. പിന്നീട് എന്ത് ചെയ്തു, അതിൽ നമ്മൾ ക്ലാരിഫിക്കേഷൻ വന്നതാണ്. അതില് എങ്ങനെ, ഇങ്ങനെ രണ്ടാക്കിയിട്ട് ചെയ്യണം. CMA ബുക്കിൽ കറക്റ്റ് പറയുന്നുണ്ട്, രണ്ടാക്കിയിട്ട് ചെയ്യണം. അതേപോലെ തന്നെ CA സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻസിന് കറക്റ്റ് പറയുന്നുണ്ട്, വിത്ത് എഫക്ട് ഫ്രം 1st September എന്നാണ് പറയുന്നത്. കറക്റ്റ് അവിടെയും പറയുന്നുണ്ട്. സോ അതിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ എന്തുണ്ടാവും, ഓൾറെഡി പഠിച്ചതിൽ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടി വരും. ക്ലിയർ? അതേപോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ ഓൾറെഡി പഠിച്ചതിൽ മാറ്റം വരുത്താണ്ടാവും. ചിലപ്പോൾ എന്തുണ്ടാവും, അഡീഷണൽ ആയിട്ട് 1-2 പോയിന്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ, വിന്നിംഗ് ഫ്രം ഓൺലൈൻ ഗെയിംസ്, അതിന്റെ TDSഉം ഒക്കെ. സോ ഈ അമെന്റ്മെന്റുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റ് ആക്കുക. അമെന്റ്മെന്റുകളിൽ നിന്ന് പൊതുവെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, എക്സ്പെഷ്യലി ആ LICയുടെ കേസ്. കാരണം CAക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻസിൽ ഏകദേശം 10ഓളം എക്സാമ്പിൾ അത് കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താൽ അതിലുണ്ടാവും. ക്ലിയർ? നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള അമെന്റ്മെന്റുകളൊക്കെ ആ സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻസിൽ ഉണ്ടാവും. ക്ലിയർ? ഞാൻ എടുത്തതിലെ PDF ഉണ്ടല്ലോ, അതിലെ ഗൈഡ് ലൈൻ, അതിലെ ആ എക്സാമ്പിൾസും നിങ്ങളുടെ അവിടെ എക്സാമ്പിൾസ് രണ്ടും സെയിം തന്നെ കേട്ടോ, രണ്ടും സെയിം തന്നെയാണ്. ആ എക്സാമ്പിൾസ് തന്നെയാണ് ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത്. ക്ലിയർ? എന്താ, ഞാൻ PDF ഷെയർ ചെയ്തുതരാം. സോ എല്ലാവരും പഠിക്കുക, ഈ അമെന്റ്മെന്റുകളൊക്കെ വെച്ച് ഉൾപ്പെടുത്തി പഠിക്കുക. എല്ലാവരും ഉഷാറാക്കുക. 115 BScക്ക് ഒന്നും കൂടെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക, കാരണം അതിപ്പോ ഡിഫോൾട്ട് ആയിട്ടുണ്ട്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയൊക്കെ ചോദിക്കാൻ, നമ്പർ ഇപ്പൊ മിസ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. സോ എന്ത് ചെയ്യാ, എല്ലാവരും ചോദിക്കുക, പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പോരെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഏതെങ്കിലും സെക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. സോ ഈ 2 ദിവസത്തെ ക്ലാസ് ഉപകാരപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ? സാർ ഒരു ഡൗട്ട് സോ ചോദിച്ചോട്ടെ? നമുക്ക് ബാക്കി എങ്ങനെ സാർ, ഈ ക്വസ്റ്റ്യൻസിലൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ സ്ലാബ് അല്ലേ ചെയ്യണ്ടല്ലേ? ക്വസ്റ്റ്യൻസിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ബൈ ഡിഫോൾട്ട് 115 BSc. ഓക്കെ സാർ. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയും, പൊതുവെ പറയാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ ബൈ ഡിഫോൾട്ട് 115 BSc. അത് മുമ്പത്തെ പ്രീവിയസ് ഇയറിൽ ബൈ ഡിഫോൾട്ട് ഏതായിരുന്നു, നമ്മൾ പഴയ സ്കീം ആയിരുന്നു. പക്ഷെ ഇപ്പൊ ബൈ ഡിഫോൾട്ട് ഏതാണ്, 115 BSc ആണ്. സോ അതിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ. താങ്ക് യു സാർ.